തികച്ചും വ്യത്യസ്തമായ അതിതീവ്രമായ വേദനയിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. സന്തോഷ് ജോർജും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സിയും അവർ ന്യൂയോർക്കിൽ പാർക്കുന്നു. കൊല്ലം സ്വദേശികളാണ്. 2 വർഷം മുമ്പ് അവരുടെ പ്രിയപ്പെട്ട മകൾ 16 വയസ്സുള്ള ഹാന ജോർജ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ആ തീവ്രമായ വേദനയിലും ഓർമ്മകളിലുമാണ് ഈ കുടുംബം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കണ്ടുമുട്ടി സംസാരിക്കുന്ന ഈ ദിവസം ആ കുഞ്ഞിൻ്റെ 18ാം ജന്മദിനമാണ്. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്ദർഭമാകേണ്ടിയിരുന്ന ഒരു ദിവസം. ഈ കുടുംബം ആ കഥകൾ പറയുമ്പോൾ പലപ്പോഴും വിതുമ്പുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവർ നിരാശരായിരിക്കുവാനല്ല ശ്രമിക്കുന്നത്. ഹാന തൻ്റെ 16 വയസ്സിനിടയിൽ തനിക്ക് ലഭിച്ച ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു, അവൾ ഏത് തരത്തിലുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്, അതെങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും എന്നുള്ളതാണ് അവർ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ജീവിതാനുഭവങ്ങൾ. അവരൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഫൗണ്ടേഷനിലൂടെ ഹാന കടന്നുപോയതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുക, അവരുടെ ജീവിതത്തെ ക്രിസ്തു സഹിതമാക്കി മാറ്റുക, അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളിൽ സഹായിക്കുക തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരുപക്ഷെ ഈ അനുഭവങ്ങൾ ഇതുപോലെ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്വാഗതം ചെയ്യാം സന്തോഷ് ജോർജിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സിയെയും. ഹാന ഗ്രേസ് ജോർജിൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്, അല്ലേ? യെസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വേദനാജനകമായ ഒരു ഓർമ്മയാണെന്ന് എനിക്കറിയാം. ഹാന 16ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത്. ഹാനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഹാനയുടെ ഒരു ന്യൂസ്. എന്നാൽ ഹാന ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് അവളുടെ പ്രായത്തിൽ 16 വയസ്സിനകം ചെയ്യാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു കുഞ്ഞാണ് ഹാന. അപ്പോൾ ഹാനയോടൊന്നിച്ചുള്ള നിങ്ങളുടെ 16 വർഷത്തെ ഒരു ജീവിതമാണ് നമ്മൾ ഇന്നൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് ഹാനയുടെ ജനനത്തെക്കുറിച്ച്. ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാന ഒരു പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണെന്ന്. എങ്ങനെയായിരുന്നു, എന്താണ് ഹാനയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഞങ്ങളുടെ കല്യാണം 2000-ലായിരുന്നു. അന്നേരം 2002 ആയപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആദ്യം പ്രഗ്നൻ്റ് ആയി. പക്ഷേ അതൊരു 13 വീക്സോളം ആയപ്പം അത് മിസ്കാരേജ് ആയി. സോ അന്നേരം അത് ഹാനയെക്കാട്ടിലും മുമ്പേ ഉള്ള കുഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇൻഫെർട്ടിലിറ്റിയുടെ ജേർണി തുടങ്ങി. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇത് കഴിഞ്ഞ് ഇനിയും കുഞ്ഞുണ്ടാകാൻ പാടുപെടുമെന്നും ഒക്കെ. പക്ഷേ ഒത്തിരി ഡോക്ടർമാരുടെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഒത്തിരി വിഷമിച്ചു. എന്നിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ചു ഒരു സമയമായപ്പം. അന്നേരം അത് കഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ഇതും കൂടാതെ കെട്ടിയ കൊച്ച ഹാന. അന്നേരം എത്രാമത്തെ വർഷത്തിലാണ്? സോ 2007 ഞാൻ പ്രഗ്നൻ്റ് ആയി. ഓക്കെ. എന്നിട്ട് 2008 ജൂൺ 8 വർഷം നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്ത് അന്നേരം ഫൈനലി ഡോക്ടർമാർ അഡോപ്റ്റ് ചെയ്യണമെന്നും പല ഹോസ്പിറ്റൽസിൽ നിന്നും പറഞ്ഞായിരുന്നു. യു വിൽ നെവർ ഹാവ് ചിൽഡ്രൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോമിസ് ഉണ്ടായിരുന്നോ ഹാനയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങൾ അത്രയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോമിസ് വല്ലതും ഉണ്ടായിരുന്നോ ദൈവത്തിൽ നിന്ന്? ഒത്തിരി പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിക്കുകയും ദൂത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ബിലീവ്ഡ് ഇൻ ഇറ്റ്. അത് പിന്നെ അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ മമ്മി ഒരു പ്രാർത്ഥനാ ജീവിയായിരുന്നു. സോ ഡോക്ടർമാർ എല്ലാം നെഗറ്റീവ് പറയുമ്പോഴും മമ്മി പറയും
മമ്മിയുടെ 3 വേർഡ്സ്, ദൈവം നിനക്ക് തരും. മമ്മി ഒരു നേഴ്സായിരുന്നു അല്ലേ? നേഴ്സായിരുന്നു. ഓക്കെ. സോ ദൈവം നിനക്ക് തരും. മമ്മി മരിച്ചിട്ടും ഈ വാക്കുകൾ ഇങ്ങനെ എപ്പോഴും ഇറ്റ് ഈസ് എച്ച്ഡ് ഇൻ അവർ ഹാർട്ട്സ്. അതിങ്ങനെ ദൈവം നിനക്ക് തരും. അത് മമ്മി അത് പറഞ്ഞത് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് വരുമ്പോഴാണ് പറയുന്നത്. ഇങ്ങനെ കർത്താവിൽ നിന്ന് കേട്ടിട്ട് പറയുന്നതാണ്. അത് അന്നേരം നമുക്ക് ഡോക്ടർ എല്ലാം നെഗറ്റീവ് പറയുമ്പം വി ഫീൽ ലൈക്ക് യുനോ മമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ്സ് നമുക്കൊരു 8 വർഷമാകുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ റുട്ടീൻ. അത് എന്നും ചോദിക്കും കുഞ്ഞുണ്ടായോ ഇല്ലയോ, പ്രഗ്നൻ്റ് ആയോ ഇല്ലയോ, പക്ഷേ അതേ സമയത്തും അത് വിടാതെ പ്രാർത്ഥിച്ച ഒരാൾ എൻ്റെ മമ്മിയും അവരുടെ മേഴ്സിൻ്റെ മമ്മിയും പപ്പായും എൻ്റെ ഫാദറും വന്നു. എൻ്റെ ഡാഡിയും മമ്മിയും അവർ മേഴ്സിൻ്റെ ഫാദറും. ദേ എൻകറേജ്ഡ് us, both of them, both set of parents. ഒരു വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് 2 സെറ്റ് ഓഫ് പേരൻസും, എൻ്റെ മമ്മിയും ഡാഡിയും മേഴ്സിയുടെ പേരൻസും ഒത്തിരി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഈ സന്തോഷ് ശരിക്കും ജനിച്ചു വളർന്നത് ഗൾഫിലാണ്, അബുദാബി. ഞാൻ ജനിച്ചത് നാട്ടിലായിരുന്നു. പക്ഷേ 4 വയസ്സായപ്പം ഐ വെൻറ്റ് ടു നമ്മുടെ UAE പോയി, അബുദാബി പോയി. കിൻഡർ ഗാർഡൻ ടു 12th ഗ്രേഡ് അവിടെ ആയിരുന്നു. കോളേജിൽ ആണ് ഇവിടെ വന്നത് 18 വയസ്സ്. അമേരിക്ക വന്നു 18ാമത്തെ വയസ്സ് ഇവിടെ വന്നു. അതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല, അറിവായ ശേഷം താമസിച്ചിട്ടില്ല. ഇല്ല. സോ ശരിക്കും നാട് എവിടെയായിരുന്നു? നാട് കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പറയും. അവിടെ വീട് വല്ലതും ഉണ്ടോ? അപ്പാടെ തറവാടുണ്ടായിരുന്നു. അത് ആർക്ക് ബ്രദറിനാറിൻ്റെ എഴുതി കൊടുത്തു. വി ഡോണ്ട് ഗോ ദേർ. മേഴ്സിയുടെ ഫാമിലി ആക്ച്വലി യു ക്യാൻ സേ റാന്നിന്ന്, പപ്പ റാന്നിന്ന് കരിയംപ്ലാവ്. പപ്പ എൻ്റെ പപ്പയുടെ ഗ്രാൻഡ് ഫാദറും എല്ലാം പാസ്റ്ററായിരുന്നു. കോളാകോട്ട് തോമാച്ചാൻ്റെ കൊച്ചുമോള. കോളാകോട്ട് തോമാച്ചായന്റെ കൊച്ചുമോളാണ്. പാസ്റ്റർ കെ എബ്രഹാം സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോളാകോട്ട്. ഒരു വലിയ പാരമ്പര്യമുള്ള. അന്നേരം ഞാൻ പക്ഷേ പപ്പ ജോലിക്ക് വേണ്ടിയെല്ലാം ബോംബെ പോയി. അന്നേരം 22 വയസ്സ് വരെ ഞാൻ ബോംബെയിലായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റുഡൻറ് വിസയില അമേരിക്കയിൽ വന്ന് തന്നെ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് പഠനം കോളേജും എല്ലാം കഴിഞ്ഞു. ദെൻ 2000 മാരേജ് നടക്കുന്നത്. ഓക്കെ. നിങ്ങൾ ശരിക്കും IPA ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട IPA ചർച്ചിലായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ഇപ്പോൾ അതിൻ്റെ പേര് കോർണർസ്റ്റോൺ ചർച്ച്. കോർണർസ്റ്റോൺ. പക്ഷേ അതേ സഭയിൽ കഴിഞ്ഞ 35 വർഷം ഐ തിങ്ക്. സന്തോഷ് അവിടുത്തെ ഒരു ഡീക്കനാണ്. അതിന് ഡീക്കനല്ല, ഒരു അവാനയുടെ മിനിസ്റ്ററും പല കാര്യങ്ങളിൽ ലീഡർഷിപ്പും, ബോർഡിൻ്റെ മെമ്പറും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ലീഡർഷിപ്പ് റോൾസിൽ പലയിടത്തും സെർവ് ചെയ്തിട്ടുണ്ട്. യൂത്ത് ഡയറക്ടറായിട്ടും സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ടും. ഇവിടെ PYFIയുടെ ഒക്കെ കാര്യങ്ങൾ PYFIയുടെ സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും PYFIയുടെ അഡ്വൈസർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ ഐ എം സ്റ്റിൽ ദെയർ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഈവൻറ്റ്സ് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോഴും വരെ. ഓക്കെ. ചെറുപ്പം മുതൽ ഒരു ആത്മീയ താല്പര്യത്തിലാണ് വളർന്നത്. ആണോ? ശരിക്കും അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ്, മമ്മിയുടെ ഇൻഫ്ലുവൻസ്. ഡാഡിയും മമ്മിയും ബോത്ത് ആദ്യമായിട്ട് പെന്തിക്കോസ്റ്റിൽ വന്ന ഫാമിലിയാണ്. അതായത് വീട്ടുകളിൽ നിന്ന്. നിങ്ങൾ ശരിക്കും ഓർത്തഡോക്സ്? ഡാഡിയുടെ ഫാദറും ഡാഡി ഒരു യാക്കോബ അച്ഛനാക്കണം എന്ന് പറഞ്ഞ് സെമിനാരി പഠിപ്പിക്കാൻ വിട്ടു പുള്ളി. സോ അങ്ങനെ ആ യാക്കോബ ഇതിന്ന് കർത്താവ് പുള്ളി ഏതോ ഒരു ആളുടെ ടെസ്റ്റ് മണി കേട്ട് അങ്ങനെ വന്ന് കർത്താവ് പുള്ളിക്ക് ഒരു 26 വയസ്സായപ്പോഴെങ്ങാണ്ട് പുള്ളി വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വന്നത്. വീടുകാർ മുഴുവനും അഗൻസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കുറേ അറ്റ്ലീസ്റ്റ് ഒരു 3 people അറ്റ്ലീസ്റ്റ് ഗാഡ് ബാപ്റ്റൈസ്ഡ് ഒരു വിശ്വാസത്തിൽ വന്നു അവരുടെ വീടിൽ നിന്ന്. അത് ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. മമ്മിയുടെ വീടെന്ന് പറഞ്ഞാൽ ആലുമൂട്ടിൽ, കോട്ടയത്തെ ആലുമൂട്ടിൽ വീട്ടിൽ അതായിരുന്നു. മമ്മിയുടെ ഫാദർ ഒരു യങ് ഏജ് ആയപ്പം മരിച്ചുപോയി, 46 years ആയപ്പം. മമ്മിയുടെ മദർ ഒരു വിശ്വാസവീരിയായിരുന്നു. ഒരു പുള്ളിക്കാരി
6 പിള്ളേരെ വിശ്വാസത്തിൽ വളർത്തി. ശ്രീകാൽമുട്ടിൽ മത്തായിച്ചൻ, ജോയിച്ചാൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്. ജോയിച്ചാൻ്റെ മത്തായിച്ചാൻ്റെ ഒക്കെ എൽഡർ സിസ്റ്റർ ആയിരുന്നു. മമ്മിയുടെ പേര് അന്നമ്മ. ഓക്കെ. മമ്മി പിന്നെ ഓക്കെ. അങ്ങനെ വിശ്വാസത്തിൽ വളരാനായിട്ട് മമ്മിയുടെ ഒരു മമ്മിയായിരുന്നു ആദ്യമായിട്ട് അവരുടെ വിശ്വാസം. എനിക്ക് തോന്നുന്ന ഏത് ബാക്ക്ഗ്രൗണ്ട് മാർത്തമായിരുന്നോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് പെന്റിക്കോസ്റ്റിൽ വരുന്നത്, അഭിഷേകം പ്രാപിക്കുന്നതും അതോടുകൂടി എല്ലാവരുടെയും അടി മേടിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടി അടി വാങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പണ്ട് നമ്മുടെ കേരളത്തില്, നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല, കേരളത്തില് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കഠിനമായ മർദ്ദനമേറ്റവരും ഈ ആഭരണമൊക്കെ ഊരിക്കളയുമ്പം ഉണ്ടാകുന്ന വലിയ അപമാനമേറ്റവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം സ്ത്രീകൾ, സഹോദരിമാർ, നമ്മുടെ അമ്മമാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറി. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അന്നില്ല. സോ മമ്മിയെ ഒത്തിരി പക്ഷേ ആ ഫാമിലീസിൽ ഒത്തിരി പേര്, മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാരും വിശ്വാസത്തിൽ വന്നു. അവരുടെ ഫാമിലി എല്ലാം സോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു ഞങ്ങളുടെ. ഡാഡി പാട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഡാനിയലിൻ്റെയും റൂത്തിൻ്റെയും പുസ്തകങ്ങളിൽ കഥാപ്രസംഗത്തിലാക്കി നല്ല ക്ലാസിക്കൽ മലയാളത്തിൽ കഥാവ് കൊടുത്ത ഒരു കൃപയായിരുന്നു പുള്ളിക്കൊരു. ഈ വിശ്വാസത്തിൽ വന്ന് 26 വയസ്സ് അത് കഴിഞ്ഞ ഉടനെ കഥാവ് കൊടുത്ത ഒരു കൃപയായിരുന്നു. അത് പുള്ളി തന്നെ എഴുതി ഉണ്ടാക്കി മുഴുവൻ. സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കും. ഒത്തിരി പല സ്റ്റേറ്റുകളിലൊക്കെ പോയി, പെൻസിൽവേനിയയിൽ ഉണ്ടാവും. ടേപ്പായിരുന്നു, പക്ഷേ എക്സാക്ട്ലി പിന്നെ അതൊരു ഒത്തിരി ഫേമസ് ആയിരുന്നു ഇവിടെ. പുള്ളി ഒത്തിരി പാട്ടുകാരനായിരുന്നു. പുള്ളി അബുദാബി ഗോസ്പൽ സിംഗേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അബുദാബിയിൽ. എല്ലാ വർഷവും ഓൾമോസ്റ്റ് ദേ യൂസ്ഡ് ടു റിലീസ് എ ടേപ്പ്, അതായത് ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് അതുപോലെ. സോ അതിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചായിരുന്നപ്പം ഇതിന് പാട്ട് പ്രാക്ടീസിന് പോകുന്നതും ഒക്കെ കാര്യങ്ങൾ. അന്ന് ഒത്തിരി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അവർ എവറി ഇയറിൽ ഉണ്ടാക്കുമായിരുന്നു. അബുദാബി ഗോസ്പൽ സിംഗേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഡാഡി പാടിയ പാട്ടുകൾ വല്ലതും പാടാനറിയാവോ? എനിക്ക് പാട്ട് മ്യൂസിക് വായിക്കാം, പക്ഷേ പാടാൻ ഒക്കെ ഇല്ല. പക്ഷെ പുള്ളിക്കാരൻ കല്യാണത്തിന് മംഗളപാട്ടുകൾ പാടുമായിരുന്നു. സോ ആൻഡ് സോ മണവാളിനും സോ ആൻഡ് സോ മണവാട്ടിയും ഇച്ഛാനൊരൂപമോടെ സ്നേഹിക്കും കാലമായി ആരോഗ്യവും ഉത്ര സന്തോഷവും മംഗളമായി മങ്ങിടത്തിൽ. സോ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്ലാസിക്കൽ പാട്ടുകാരനായിരുന്നു ക്രിസ്ത്യാനിറ്റിയിൽ. പക്ഷെ വിശ്വാസത്തിൽ പുള്ളി വളരെ ഒത്തിരി ഭാരങ്ങൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ പുള്ളിയുടെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നതിന്. കാരണം പുള്ളി അച്ഛനാകാൻ ഇങ്ങനെ യാക്കോബ അച്ഛനാവാൻ റെഡിയായിട്ട് സെമിനാരി പാട്ട് പഠിച്ച ആളാണ് സോർത്ത് ഓർക്കിക്ക്. സോ അതുവരെ ചെന്ന. സോ അവിടുന്ന് കർത്താവ് പഠിച്ചെടുത്ത് കഴിയുമ്പോൾ സോ ഇറ്റ് ഓബിയസ്ലി സ്വാഭാവികമായിട്ട് അത് കൂട്ടത്തിൽ സോ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ വന്നവരായിരുന്നു രണ്ടുപേരും. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എൻ്റെ ബ്രദറും ഫാമിലിയും ഇവിടെ ഉണ്ട്. ഓക്കെ. ഒരേ ചർച്ചിൽ തന്നെ? ഞങ്ങൾ ചർച്ചിലായിരുന്നു, പിന്നെ ഇപ്പം മോനി മാത്യു പാസ്റ്ററിൻ്റെ ചർച്ചിലാണ്. എനിവേ, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞു, നിങ്ങളിവിടെ ജീവിക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായി. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. എപ്പോഴാണ് അനായിക്ക് ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്? സോ 2015 ഞങ്ങൾ ആക്ച്വലി ഒരു വെക്കേഷൻ ഇങ്ങനെ പോയപ്പം അവിടെ കാലിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ മുട്ടി, എന്നിട്ട് രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ ടീമിനെ വിളിച്ചിട്ട് അവർ എങ്ങനെ ബാൻഡേഡ് പോലും വെക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് രക്തം നിൽക്കുന്നില്ല. സോ അന്നേരം അവർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരവും അവിടെ മൂക്കി നിച്ചിട്ട് ചോരയൊക്കെ വരാൻ തുടങ്ങിയാണ്.
പക്ഷെ ഇവിടെ വിന്റർ ഒത്തിരി സിവിയർ ആകുമ്പം ആൾക്കാർ പറയുന്നത് സംഭവിക്കാറുണ്ട്. അതുപോലെ പിള്ളേർക്ക് ഒത്തിരി ഒത്തിരി പിള്ളേർക്ക് ചെറിയ പിള്ളേർക്ക് കോൾഡും കൊണ്ട് വരാറുണ്ട്. അന്നേരം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു വിന്റർ കൊണ്ടാണ്. അന്നേരം ആരും ഇങ്ങനെ ബ്ലഡ് വർക്ക് ചെയ്യുന്നും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. അന്നേരം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നിട്ട് അടുത്ത ദിവസം അവൾ ഉറങ്ങി എണ്ണീച്ചപ്പം വായിനകത്തെല്ലാം ഒരു യുദ്ധം നടന്ന പോലെ ഭയങ്കരമായിട്ട് ബ്ലഡ് ഇങ്ങനെ ചീക്സിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ഒത്തിരി കട്ടയായിട്ട് ബ്ലഡ് ഇരിക്കുന്നു. ചിറിയെല്ലാം ബ്ലഡ് ഇങ്ങനെ പല്ലിന് ഇറങ്ങുമ്പോഴെല്ലാം രാത്രിയിൽ. അന്നേരം അതെല്ലാം ചിറി ചീക്സിൻ്റെ അകത്ത് അങ്ങനെല്ലാം. അന്നേരം ഞങ്ങൾ മനസ്സിലായി എന്തോ ഉടനെ ഞങ്ങൾ അന്നേരം അവർക്ക് 1000 പ്ലേറ്റ്ലെറ്റ്സേ ഉള്ളായിരുന്നു. ഓൾമോസ്റ്റ് 0,000. ഒരു നോർമൽ കൗണ്ട് ശരിക്കും 1.5 ലക്ഷം ഒക്കെ വേണ്ടിയതാണ്. കറക്റ്റ് 1.5 ലക്ഷം 150,000 to 300,000 ലക്ഷത്തിൽ പറയുമ്പം 1.5 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ വേണ്ടിയത് അത് 1000ലേക്ക് വന്നിരിക്കും. 1000 വരെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ സെല്ലിലൂടെ ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അതുകൊണ്ട് ആ മൂക്കിന്നു എല്ലാം ചോര വരുന്നത് നിൽക്കാൻ ഒരു നിൽക്കുന്നില്ല. ഇതൊരു 7 വയസ്സിൽ 7 years 7 വയസ്സായില്ല അവർക്ക്. മാർച്ചിലായതുകൊണ്ടായ 7 ആകുന്ന ജൂണിലാണ്. സോ അന്നേരം 6.25 വയസ്സായപ്പം അന്നേരമാ അവര് ആദ്യമായിട്ട് അഡ്മിറ്റ് ആകുന്നതും പിന്നെ ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു അവരുടെ ജീവിതമാണെന്നും എല്ലാം അന്നാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒത്തിരി ബ്ലഡ് ഒക്കെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഇങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഒത്തിരി ബ്ലഡ് ഇങ്ങനെ വെച്ച് ഛർദ്ദിക്കുകയും ഒത്തിരി അവള് ആ സമയം കൊണ്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ഇങ്ങനെ മൂക്കിന്ന് എല്ലാം ബ്ലഡ് പോയി വയറ്റിനകത്ത് ബ്ലഡ് ചെയ്യുന്ന അവൾ അതെല്ലാം അങ്ങ് ഛർദ്ദിച്ചു. ഭയങ്കര ഒരു സീനായിരുന്നു. ആ ഫുൾ രാത്രി ഞാൻ അവൾ അഡ്മിറ്റ് ആയ ദിവസം ഇങ്ങനെ ഡോക്ടർമാർ അവർ പറഞ്ഞു ഇങ്ങനെ പൊത്തിപ്പിടിക്ക് മൂക്ക്. അന്നേരം അവൾക്ക് ശ്വാസം വിടാനൊക്കുന്നില്ല. അന്നേരം അവൾ ഫൈറ്റ് ചെയ്യുന്നു. അന്നേരം വല്ലാത്ത ഒരു എങ്ങനെയോ ഞങ്ങൾ ആ ഫുൾ രാത്രി ഇത്രയും ഒത്തിരി ടവലെല്ലാം ബ്ലഡ് കൊണ്ട് മുങ്ങി ഞങ്ങൾ അന്ന് ഓർത്തു അവള് ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. അതുപോലെ ഹീമോഗ്ലോബിനും അവിടെ 3 ആയിരുന്നു. ഹീമോഗ്ലോബിൻ 3 വരെ വന്നു. ഹീമോഗ്ലോബിൻ സാധാരണ ഒരു 12.5 13 നമ്മൾ സാധാരണ നോർമൽ. സോ അതുപോലെ അവിടെ രക്തം അങ്ങ് പോയി. അത്രയും ലോവറായി. എന്നാലും ആ സമയത്തും ഏതോ ഒരു വോയിസ് എന്നോട് പറയുന്നു. ഞാൻ ആ കോർണറിൽ ആ ഹോസ്പിറ്റലിൻ്റെ കോർണറിൽ എനിക്ക് മെഡിക്കലിനെ കുറിച്ച് ഒട്ടും അറിയത്തില്ല. പുള്ളിക്കാരി ഫാർമസിസ്റ്റാണ്. എനിക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അവളോട് പറഞ്ഞു ഷീൽ ബി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ മേഴ്സിക്ക് അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഞാൻ എന്തുവാ പറയുന്നു. ഞാൻ ആ എമർജൻസി റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ഫോൺ 2 പേരുടെയും ഫോൺ അന്നേരത്തേക്ക് ഡെഡായി. വണ്ടിയിലിരുന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഫോൺ ഇറങ്ങി. വണ്ടിയിലോട്ട് നടക്കാൻ തുടങ്ങുമ്പം ഒരു ശബ്ദം എന്നോട് ഇങ്ങനെ പറയുന്നു, യു ഹാവ് ഇൻവെസ്റ്റഡ് വേർഡ് ഇൻ ഹർ, വേർഡ് വിൽ സെറ്റ് ഹർ ഫ്രീ. ദൈവവചനം നീ അവൾ ഇത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വേർഡ് അവളെ രക്ഷിക്കുമെന്ന്. ഇറ്റ് വാസ് എ ഓഡിബിൾ വോയിസ്. അതിങ്ങനെ ആരോ പറയുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി ആരാ ഇത് പറയുന്നു. അത് ദൈവാത്മാവ് ഒരു വോയിസ് കേട്ട് ഞാൻ ഇത് കൊച്ച്. കാരണം 3.5 വയസ്സിൽ അവളെ ഞങ്ങൾ അവാന മിനിസ്ട്രിക്ക് കൊണ്ട് ആക്കിയായിരുന്നു. ഈ അവാന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? അവാന മിനിസ്ട്രി ഒരു യൂത്ത് ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമാണ്. അതൊരു 75 years ഓൾഡ് ഒരു മിനിസ്ട്രിയാണ്. ഓക്കെ, അത് 100 കൺട്രീസിലുണ്ട് ഇപ്പം. ഓക്കെ, മില്യൺസ് ഓഫ് ചിൽഡ്രൻ ഈവൻ ഇൻവോൾവ്. അതായത് US തന്നെയല്ല, അവാന ആഫ്രിക്ക നോക്കിയാൽ ട്രീയുടെ അടിയിൽ ചെയ്യുന്നവരുണ്ട്. അവാന ഇന്ത്യ ഒത്തിരി ഉണ്ട്. ഇന്ത്യയിൽ ഒത്തിരി അവാനയുണ്ട്. അങ്ങനെ അവാന എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സൺഡേ സ്കൂൾ തന്നെ അവർക്ക് ഓൺ കരിക്കുലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വചനം പഠിപ്പിക്കുന്ന, ഗോസ്പൽ ഓറിയന്റഡ്, ഇവാഞ്ചലിസം ഓറിയന്റഡ്, ഗോസ്പൽ ഓറിയന്റഡ്. ഐ എം എ സിന്നർ, ഗോഡ് വിൽ, ഞാൻ ഇതിൽ വിശ്വസിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. അങ്ങനെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നതും 3 years തൊട്ട് 18 years വരെ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് ഞാൻ തുടങ്ങിയപ്പം അന്നേരത്തേക്ക് ആ ഏജിലുള്ള ഇതില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ അത്രയും അവൻ അങ്ങോട്ട് തുടങ്ങിയുള്ളൂ. 2015 തുടങ്ങി. അന്നേരം ആക്ച്വലി 5 year old തൊട്ടേ അന്നേരം ഉള്ളായിരുന്നു.
എന്നാലും അവൾ ഒരു 3.5-4 years ആയപ്പോൾ ഞങ്ങൾ കൊണ്ട് അതിനകത്താക്കി. പ്രായമുള്ളവരുടെ കൂടെയാണ് ഇരുന്നെങ്കിലും അന്നേരം ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു, ഇവളെ വചനം ഇവളെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. അങ്ങനൊരു ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് അവർ ഫെയ്ത്ത് ജേർണി. അത് പിന്നൊരു ബാക്കി മുഴുവനും വിശ്വാസത്തിൽ നടക്കുക എന്നേ ഉള്ളൂ. കാരണം ഡോക്ടർമാർ ഇത് പറയും, അത് പറയും, മറ്റത് പറയും, പ്രോബ്ലം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ അഡ്മിറ്റ് ചെയ്യണം. കാരണം ബ്ലഡിലൊക്കെ യൂറിനിലൊക്കെ ബ്ലഡ് വന്നാൽ പിന്നെ അന്നേരം പ്ലേറ്റ്ലെറ്റ്സ് 0 ആയെന്ന് ഓർത്തോണം. പല പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. കുഞ്ഞ് ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു? കുഞ്ഞ് അതാണ് ഹന ഗ്രേസ് ജോർജ് എന്ന് ഞങ്ങൾ പേരിട്ടപ്പം ഹന എന്ന് പറഞ്ഞാലും ഗ്രേസ് എന്നാണ്. ഓക്കെ, ദൈവം അവൾക്കൊരു കൃപ കൊടുത്തു. ഈ പ്രശ്നവും ഈ അസുഖവും നേരിടാൻ ദൈവാത്മാവ് ഒരു പ്രത്യേക ഗ്രേസ് അവളുടെ മേൽ പറഞ്ഞു. അത് എവിഡൻ്റ് ആയിരുന്നു എല്ലാവർക്കും. കാരണം അത് ഞങ്ങൾ മാത്രമല്ല, ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഡോക്ടറും ചോദിക്കും, വാവ് യു ആർ എ ട്രൂപ്പർ, നിങ്ങൾ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നല്ലോ എന്ന് അവർ പല പ്രാവശ്യം പല ഡോക്ടർ പല ഹോസ്പിറ്റൽസ് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം ഓഫ് കോഴ്സ് അവളെ കരഞ്ഞു. ആദ്യം ഒത്തിരി ബ്ലഡ് 7 വയസ്സുള്ള കൊച്ചിനെ ഓൾമോസ്റ്റ് എത്ര പ്രാവശ്യം അവര് കുത്തുകയും എല്ലാം ചെയ്തു. ആദ്യം ഓഫ് കോഴ്സ് ഇമ്മീഡിയറ്റ്ലി ഷീ വാസ് അപ്സെറ്റ്. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായോ ഇനിയും എന്നും അവർക്ക് പോകണം. പക്ഷെ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഇഷ്യൂ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കെയർഫുൾ ആയിക്കണം. ഇങ്ങനെ വേറെ ആർക്കും പനി വന്നാൽ അവർക്കൊരു അന്നേരം ഞങ്ങൾ ഓർത്ത് ഇനി എങ്ങനെ അവളെ സ്കൂളിൽ വിടുന്നത് എങ്ങനെ. പക്ഷെ അവർ പറഞ്ഞു നോർമലായിട്ടൊരു ജീവിതം കൊച്ചിന് വേണമെങ്കിൽ നിങ്ങൾ നോർമലി എല്ലാ പിള്ളേർ ചെയ്യുന്ന പോലെ അവളെ വിടണം എന്നും എല്ലാം പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും ഓക്കെ വീട്ടിൽ പഠിപ്പിക്കണ്ട മീനിങ് ഹോം സ്കൂൾ ചെയ്യേണ്ട അങ്ങനെയൊക്കെ അവരും ഞങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ അവളൊക്കെ ആയിക്കോളും എന്നല്ല. അങ്ങനെ ഒരു റെഗുലർ സ്കൂളിലും ഒത്തിരി ടോപ്പ് ഇത്രയും അസുഖം ഉണ്ടായിട്ടും ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിന് സ്കൂൾ മിസ് ചെയ്തെങ്കിലും നല്ലതായിട്ട് പഠിക്കാനും നമ്മളൊന്നും ഫോഴ്സ് ചെയ്യണ്ട. ടീച്ചർമാരെയും സഹായിക്കാനും എല്ലാം അവള് ഇപ്പം സ്പോർട്സ് കളിക്കാനൊക്കത്തില്ല. എന്തുവേലും മിട്ടി ഒത്തിരി രക്തം വന്നാൽ സോ അതുകൊണ്ട് PT പീരിയഡിലൊക്കെ അവള് ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. എന്നിട്ട് മറ്റേ പിള്ളേരുടെ കൂടെ കളിച്ച് എന്തെങ്കിലും ആകാതെ സോ അങ്ങനെ അവൾക്ക് തന്നെ ഒരു ഇത് ഉണ്ടായിരുന്നു. റെഗുലർ ആയിട്ട് അവള് തന്നെ കെയർഫുൾ ആയിരുന്നു. സോ പക്ഷേ ആ സമയത്ത് കൊണ്ട് പുള്ളിക്കാരി ആ സ്കൂളിൻ്റെ ടീച്ചേഴ്സിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുകയും പല കാര്യങ്ങൾ അങ്ങനെ ഒരു ലെഗസി ഉണ്ടാക്കി പുള്ളിക്കാരി. സോ അതായത് ചർച്ചിൽ ആക്റ്റീവായിരുന്നു, സ്കൂളിൽ ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ടായിരുന്നു എല്ലായിരുന്നു. പിന്നെ ചർച്ചിൽ ഏതെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ബൈബിൾ ക്വിസിന് പുള്ളിക്കാരി എപ്പോഴും നമ്പർ ഫസ്റ്റാണ്. പുള്ളിക്കാരിയെ പേടിയായിരുന്നില്ല. ഞാൻ വേറെ ഒന്ന് വായിച്ച അന്ന് ഞാൻ ന്യൂസ് ചെയ്യുമ്പോൾ യുവേർഷൻ ബൈബിളിൽ 2200 ദിവസങ്ങൾ 2216 ദിവസം പുള്ളിക്കാരി കണ്ടിന്യൂസ്ലി റീഡ് ചെയ്തു. യുവേർഷനിൽ നമുക്ക് കാണുമല്ലോ, യു ഹാവ് ഇത് ഓരോ ദിവസവും ഇത് കാണിക്കുമല്ലോ ഫോണിൽ. അത് ഞങ്ങൾക്ക് മനസ്സിലായത് അത്രയും ദിവസം ഉണ്ടെന്ന് ഞങ്ങൾക്ക്. പുള്ളിക്കാരി വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിക്കും, ഞാനും വായിക്കട്ടെ എന്ന് ചോദിച്ചു ഒരു ദിവസം കണ്ടിന്യൂസ്ലി. കാരണം ഐ ഹാവ് ബീൻ റീഡിങ് കണ്ടിന്യൂസ്. അന്നേരം പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ഒരു 10 years ആയിരുന്നു അന്നേരം, അബൌട്ട് 10 years old. അന്ന് ചോദിച്ചപ്പോൾ ഒരു 8 years ആയിരുന്നു. അന്നേരം പുള്ളിക്കാരി മനസ്സിലാക്കി ഞാൻ എന്നും കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യുന്നു, വായിക്കുന്നുണ്ട്. 365 ഡേ ഇത് വരുമ്പം സന്തോഷാൻ വിളിക്കും പിള്ളേരെ എല്ലാം. എന്നിട്ട് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞ് ആപ്പിൽ നമ്മളുടെ അവരെയും കൊണ്ട് അന്നേരം എല്ലാം അവര് കാണും. യുവേഷൻ തന്നെ ഒരു ബാഡ്ജും കാര്യങ്ങളെല്ലാം ചെയ്യും. അത് അവർക്കൊരു ഹാപ്പി. ഇപ്പോഴും അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ചു തീരുന്ന ലാസ്റ്റ് ഡേയിൽ December 31 30th വായിച്ചു തീരുമ്പോൾ പിള്ളേരെ വിളിക്കും അത് ക്ലിക്ക് ചെയ്യാൻ. സോ അത് അവർക്കൊരു എൻകറേജ്മെന്റും അത് ഒരു എക്സാമ്പിൾ. സോ ഞാൻ അവൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ വേദനയെക്കൂടെ ഒക്കെ കടന്നു പോകുമ്പം പുള്ളിക്കാരി ഈ യുവേർഷനിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത് നോക്കിയാൽ ആ ഫ്രണ്ട് എന്ത് ചെയ്തെന്ന് കാണിക്കും. ഓക്കെ, ഹിസ്റ്ററി കാണിക്കും.
സോ പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ പോയാൽ യു ഹാവ് ടു സ്ക്രോൾ, ഒത്തിരി ഒരു അരമണിക്കൂർ നമ്മൾ സ്ക്രോൾ ചെയ്യണം ആദ്യത്തെ ഇത് നോക്കാൻ. സോ പുള്ളിക്കാരി 8 വയസ്സായപ്പം ഏതോ ഒരു ചിൽഡ്രൻസ് ബൈബിൾ പ്ലാൻ എടുത്തു. അതെടുത്ത് ചെറുതായിട്ട് വായിച്ചു. അത് കണ്ടിന്യൂസ് റീഡിങ് അല്ല, ഏനോ അത് ജസ്റ്റ് അങ്ങനെ 8 വയസ്സ് 9 വയസ്സിൽ പുള്ളിക്കാരി ഓർത്ത് നോക്കിക്ക് 7 വയസ്സിൽ ഈ സിക്നെസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ പറയാൻ വന്നത് ദൈവവചനമാണ് അവളെ ബലപ്പെടുത്തിയെന്ന് പറയാൻ വന്നത്. അവളെ കുറിച്ച് ഒത്തിരി പൊക്കി പറയാനല്ല, മനസ്സിലായി. ദൈവവചനം ആണ് ഇത്രയും പ്രയാസത്തിൽ കൂടെയും ഇത്രയും പെയിനിൽ കൂടെയും കടന്നുപോയ ഒരു കൊച്ച്, അവളെ ബലപ്പെടുത്തിയത് ദൈവവചനമായിരുന്നു. സോ ഇപ്പോഴും അവളുടെ അക്കൗണ്ടിൽ പോയാൽ യു വിൽ സി, ആദ്യത്തെ ഞങ്ങൾ നോക്കിയപ്പം 2016 തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് സേസ് 2016 June 7th പുള്ളിക്കാരി ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു, ഒരു ചെറിയ ചിൽഡ്രൻസ് ബൈബിൾ പ്ലാൻ ഏനോ. പിന്നെ അത് കഴിഞ്ഞ് അത്ര അല്ലറ ചില്ലറ എല്ലാം വായിച്ച പലവിധ സ്മോൾ പ്ലാൻസ് എല്ലാം. 10 വയസ്സായപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ കണ്ടിന്യൂസ് റീഡ് ചെയ്യാൻ ഒരു പ്ലാൻ തുടങ്ങട്ടെ എന്ന്. ഏതോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ ത്രൂ ദ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു ത്രൂ ഔട്ട് ഹെർ ലൈഫ് ഏനോ. അങ്ങനെ 10 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ പുള്ളിക്കാരി കണ്ടിന്യൂസ്ലി റീഡ് ചെയ്തു. 2216 ദിവസം എന്ന് പറയുമ്പം യു ഹാവ് ടു ബാക്ക് ട്രാക്ക് ഇറ്റ്സ് അബൌട്ട് 6 years. ഓക്കെ, അതായത് ഈ ഹോസ്പിറ്റൽ സ്റ്റേസിൻ്റെ ഇടയ്ക്കും ഈ ഇഞ്ചക്ഷൻസിൻ്റെ ഇടയ്ക്കും ഈ യൂറിൽ ബ്ലഡ് വരുന്നതിൻ്റെ ഇടയ്ക്കും എല്ലാം ദൈവവചനം പുള്ളി കണ്ടിന്യൂസ്ലി റീഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് വാസ് ഹെർ സ്റ്റോറി. ഞാനൊരു ബുക്ക് കാണിക്കാം. ഇത് ഹാനാസ് ബൈബിൾ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഓക്കെ, ഇതിനകത്ത് 2020 കോവിഡ് സമയത്ത് പ്രയാസങ്ങളും ചർച്ചിന് ഒത്തിരി ഇതൊക്കെ വന്നല്ലോ, അന്നേരം ഓൺലൈനിലായിരുന്നല്ലോ മീറ്റിങ്സ് എല്ലാം. അവള് ഓരോ പാസ്റ്ററിൻ്റെയും പ്രസംഗം, അതായത് പാസ്റ്റർ ഫിന്നി സാമുവലിൻ്റെ ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ പ്രസംഗവും അതിൻ്റെ ഡേറ്റും അതിൻ്റെ ടൈറ്റില് നോട്ട്സ് അന്ന് പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് മൾട്ടി കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അടുത്ത ആഴ്ച വേറൊരു പാസ്റ്ററായിരുന്നു, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഫീലിക്സ് ആയിരുന്നു ഗസ്റ്റ് സ്പീക്കറായിരുന്നു. ഗസ്റ്റ് സ്പീക്കറിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ 75 ദിവസം പുള്ളിക്കാരി ഇതിനകത്ത്. ഇപ്പം നമ്മളിത് ഇരുന്ന് വായിച്ചാൽ നമ്മളെ ഇത് വിശ്വാസത്തിൽ ബലപ്പെടുത്തും. കാരണം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പുള്ളിക്കാരി എഴുതിയിട്ട് ആദ്യത്തെ ഫ്യൂ പേജസ്, ഗോഡ് വിൽ പുട്ട് യു ഇൻ ടു പ്ലേസസ് യു ഡോണ്ട് വാണ്ട് ടു ബി. ഏനോ, ദൈവം നമ്മളെ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ നടത്തിയാലും എന്ന് പറഞ്ഞ് ഏതോ ഒരു പാസ്റ്റർ പ്രസംഗിച്ചതാണ്. പുള്ളിക്കാരി അത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏനോ, അങ്ങനെ 75 പേജ് പുള്ളിക്കാരിയുടെ. സോ ബൈബിൾ വായിക്കുക തന്നെയല്ല, ബൈബിൾ പഠിക്കാൻ പുള്ളിക്കാരി വളരെ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതായത് ഹൃദയത്തിൽ നിന്ന് പിള്ളേരോട് പറഞ്ഞ് പഠിപ്പിക്കുന്നു, കോമ്പറ്റീഷന് പഠിപ്പിക്കുന്നു, ഇറ്റ്സ് വൺ തിങ്. പക്ഷേ ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് ദൈവാത്മാവൊക്കെ കൊടുത്തിരുന്നു. സോ അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നിട്ടും ഈ വചനം പുള്ളിക്കാരി എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഹെൽപ്പ് ചെയ്തുകൊണ്ട്. അത് നമുക്കറിയത്തില്ല, പുള്ളിക്കാരി ഒരു ക്വയറ്റ് സോളായിരുന്നു. ജനറലി ഒരു വലിയ സ്റ്റേജിലും ആടഭാരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. വലിയ ഷി വാസ് എ വെരി ക്വയറ്റ് പേഴ്സൺ ഇൻ ജനറൽ. വല്ലപ്പോഴും ഗിറ്റാർ വായിക്കാൻ ചർച്ച ചോദിക്കുകയാണെങ്കിൽ ഷി വിൽ ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ സ്റ്റേജ് പുള്ളിക്കാരി ഷി ഡിഡ്ന്റ് ഡു ഇറ്റ്. സോ ദാറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് അവൾ വിശ്വാസത്തിൽ വളർന്നിയ ഒരു കുഞ്ഞായിരുന്നു. അത് ദൈവാത്മാവ് നടത്തിയ അവളെ. ഓക്കെ, ഈ 16 വയസ്സ് വരെ ആ നിലയിലുള്ള ഒരു ലൈഫായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ 16ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പെട്ടെന്ന് വരുമെന്നുള്ളൊരു പ്രതീക്ഷ വല്ലതും ഒന്നുമില്ലായിരുന്നു. 2020 ആക്ച്വലി അവളുടെ ഏറ്റവും വേഴ്സ്റ്റ് ഇയർ. ഞങ്ങൾ ഓർത്തു അവള് നഷ്ടപ്പെടുമെന്ന് 2020. അതുപോലെ അവള് പിന്നെയും 0 പ്ലേറ്റ്ലെറ്റ് ആയിരുന്നു. എന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന മരുന്ന്, ഇത്രയും നാളും മെയിൻറ്റെയിൻ ചെയ്ത മരുന്ന് ഓൾ ഓഫ് എ സഡൻ വർക്ക് ചെയ്യുന്നില്ല. അന്നേരം
ഞങ്ങൾ ജനുവരി പോന്നു, ഫെബ്രുവരി പോന്നു, എല്ലാം അവർ എക്സ്പെരിമെന്റ് ചെയ്യുക ഇനി അവിടെ മണ്ടിയിൽ പുതിയ പുതിയ മരുന്ന് ട്രൈ ചെയ്യുന്നു. അത് കോവിഡ് കാലവും അന്നേരം പിന്നെ ആക്ച്വലി കോവിഡിൽ എല്ലാവരും എന്തുവാ ഹോസ്പിറ്റലിൽ പോകല്ലേ എന്ന് പറഞ്ഞ ഐസൊലേഷനിലാവുക. ഹാന എല്ലാ ആഴ്ചയിലും പോയി എന്നുവേണ്ടി അവിടെ എപ്പം നോക്കിയാലും 0, പിന്നെയും 0. അപ്പം ഞാൻ ആക്ച്വലി എല്ലാം അടച്ചു പോയെന്ന് പറഞ്ഞ് ഞാൻ ആക്ച്വലി സന്തോഷിച്ചു. എന്തിനുവേണ്ടി ഇത്രയും 0 പ്ലേറ്റ്ലെറ്റ് ആയുള്ള കൊച്ചിനെ എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ വിടുന്നത്, എങ്ങനെയാ അവൾക്ക് വേറെ ഇൻഫെക്ഷൻ, ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. പക്ഷേ എല്ലാ ആഴ്ചയും പോയി ഒരു ഫുൾ ജനുവരി ടു ഓഗസ്റ്റ് വരെ അവർ ട്രൈ ചെയ്ത് ഒരു മരുന്ന് വയ്ക്കുന്നില്ല. അന്നേരം അവരോട് ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞു അവിടെ സ്പ്ലീൻ എടുത്ത് കളയണം. എന്തിനുവേണ്ടി അതുപോലെ യുവർ ഡോട്ടർ ഇസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനി മെഡിക്കേഷൻ. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അത്തരം പുള്ളിക്കാരന് റീസർച്ച് എല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പം അവർ പറയുന്നത് സ്പ്ലീൻ എടുത്ത് കളഞ്ഞാലും 50% ചാൻസ് അവിടെ പ്രോബ്ലം പിന്നെയും കാണും, പിന്നെ അവർക്ക് മരുന്ന് എടുക്കാൻ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പിന്നെ ജീവിതകാലം മുഴുവനും ഹൈ ആന്റിബയോട്ടിക്സ് എടുക്കണം. എന്നുവേണ്ടി സ്പ്ലീനാ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് എസ്പെഷ്യലി കോവിഡ് സമയത്ത് സ്പ്ലീനോട് ഇല്ലാതായ അന്നേരം ഈ ശരിക്കും ഈ കുഞ്ഞിന്റെ പിന്നെ രോഗത്തിന്റെ പേരെന്തുവാ? എവൻസ് സിൻഡ്രോം. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. മോസ്റ്റ് ഡോക്ടേഴ്സിന് അറിയത്തില്ലാത്ത ഒരു സാധനം. കാരണം ബോഡിയുടെ ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റ്സും ഒരേ സമയത്ത് ഡൗൺ ആവുന്നതാണ്. നമ്മുടെ ബോഡി തന്നെ അതിനെ അറ്റാക്ക് ചെയ്യും. ബോഡിയിൽ അവർക്ക് ബോഡി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, അവർക്ക് എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു നമ്മുടെ ബോഡി പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ്സ് ബോഡി തന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. സോ ക്ലിനിക്കിലാണ് ഞങ്ങൾ പോയത്. അന്നേരം 9 to 5 വരെ ഉള്ളൂ ക്ലിനിക്ക്. അന്നേരം അവിടെ മൂത്രത്തിൽ രക്തം പോയിക്കൊണ്ടിരിക്കുക. അന്നേരം അവർ പറഞ്ഞു ഈ സിറ്റുവേഷനിൽ നിങ്ങളെ വീട്ടിൽ വിടാനൊക്കത്തില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അന്നേരം അവൾ വല്ലാതെ അങ്ങ് പേടിച്ചു. എന്നുവേണ്ടി കോവിഡ് സമയത്ത് ആശുപത്രി പോകുന്ന കോവിഡിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ആരും തിരിച്ചു വന്നിട്ടുമില്ല. അങ്ങനെ എല്ലാം അവൾ ന്യൂസ് കേട്ട് ആദ്യമായിട്ടാണ് അവൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പം കരയാൻ തുടങ്ങി. വല്ലാതെ അവൾ കരയാൻ തുടങ്ങി. യു ആർ ഗോയിങ്. ഞാനും അവളേ ഉള്ളൂ. അന്നേരം എത്ര ഡോക്ടർമാർ പറഞ്ഞാലും നോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവൾക്ക് പേടിയായി. അന്നേരം അവൾക്ക് അവർ കളറിങ് ബുക്കും അങ്ങനെല്ലാം ഓരോന്നോരോന്നാ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവൾക്കത് മനസ്സിൽ ഒരു പേടി പോലെ വന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഹാന നിനക്ക് ഏറ്റവും അറിയാമത് സാം ഏതാ? അന്നേരം അവൾ പറഞ്ഞു സാംസ് 23. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് റിസൈഡ് ഇറ്റ് ടുഗെദർ എന്ന് പറഞ്ഞ് സാം 23 1 by 1 അവൾ പറയാൻ തുടങ്ങി. എന്നിട്ട് അവൾ ശാന്തമായി. അന്നേരം കളറിംഗ് ബുക്കിന് ഒന്നും ചെയ്യാത്തത് ദൈവവചനം അവളെ അന്നേരം ബലപ്പെടുത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരിട്ട് ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിൽ പോയി. അവൾ ഒരാഴ്ച കിടന്നു. അന്നേരം അവളൊരു ഐസൊലേഷൻ വാർഡിലായിരുന്നു. കോവിഡ് ഇല്ലാത്ത ഫ്ലോറിൽ അവരാക്കി. എന്നിട്ട് ബേസിക്കലി കോവിഡ് ഇല്ലാത്ത, എന്നിട്ട് കോവിഡ് സീസണിൽ അവൾക്ക് കോവിഡ് അങ്ങനെ വന്നിട്ടില്ല ബേസിക്കലി. പിന്നെ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻസ് ഒന്നും അവൾക്ക് കൊടുക്കാനോ ഒക്കത്തുമില്ല. പക്ഷേ കോവിഡ് സമയത്ത് കോവിഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കോവിഡ് ഇല്ലാതെ വീട്ടിൽ വന്നു. ഈ ഐസൊലേഷനിലാക്കിയ സമയത്ത് നിങ്ങൾക്ക് അവളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നു? ഞങ്ങൾ കോവിഡിന്റെ കേസും കൊണ്ടല്ലോ നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് വേറെ, അവരുടെ ഡോക്ടേഴ്സ് വേറെ ആയിട്ട് വരും. അവിടുത്തെ വരുന്ന നഴ്സസ് ആ നേഴ്സ് വേറെ കോവിഡിന്റെ അടുത്ത് പോവാത്ത നേഴ്സ്. അങ്ങനെ കാര്യങ്ങൾ ഒത്തിരി മിറക്കിൾസ് ഞങ്ങൾക്ക് ഈ 9 വർഷം കൊണ്ട് ഞങ്ങളെ കാണിച്ചു. ഞങ്ങളും ദൈവത്തോട് അധികമായിട്ട് കൂടുതൽ അടുത്തു. ഓരോരോ സമയത്തും ഞങ്ങൾ തന്നെ കാണുന്നുണ്ട് എങ്ങനാ ദൈവം അവളെ അതിനകത്തുനിന്ന്. സോ അത് അവൾക്കും ഒരു ടെസ്റ്റ് മണി, ഞങ്ങൾക്കും ഒരു ടെസ്റ്റ് മണി, ഒരു വിശ്വാസത്തിൽ ഓർപ്പിക്കാം. ഞങ്ങൾ അന്നേരം പറയുന്നുണ്ട് ഹാന ലുക്ക് ദ ഹോൾ വേൾഡ് ഇസ് അഫ്രേഡ് ഓഫ് കോവിഡ്, പക്ഷെ ലുക്ക് ഹൗ യു കെയിം ഔട്ട് വിതൗട്ട് കോവിഡ്. അന്നേരം ഞാൻ അവളോട് പറയുന്നുണ്ട് നീ എഴുതിയിടിതെല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് ഒരു ദിവസം നീ ഒരു ടെസ്റ്റ് മണിയായിട്ട് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. എഴുതിയിടാനും അല്ല. അന്നേരം ഇപ്പം അവിടെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓരോന്നോരോ ഡയറി വായിക്കുമ്പം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഐ വാസ് അഫ്രേഡ്, ഐ വാസ് ആൻഷ്യസ്. നമ്മളോട് പറയുന്നില്ല അന്നേരം ഈ കാര്യങ്ങൾ, പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് ഐ പ്രൈസ് ഗോഡ്
ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു സ്പ്ലിനെക്ടമി, സ്പ്ലീൻ എടുത്ത് കളയാനേന് കർത്താവിന് നന്ദി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിനകത്ത്. അതുപോണക്ക് ചില ഹെവി മെഡിസിൻസ് കൊടുക്കുമ്പം അവളുടെ മുടി ചില പോകുന്ന മെഡിസിൻസ് ഉണ്ടാകും. അത് വല്ലപ്പോഴേ കൊടുക്കുകയുള്ളൂ, അത്ര ലോറാകുമ്പോൾ. പക്ഷെ അത് അവൾക്ക് എടുക്കാൻ ഇഷ്ടമില്ല. ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ ഇച്ചിരി കുറച്ച് മുടി പോയ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓബിയസ്. അത് അവൾ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ഡിഡ്ന്റ് ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ, അതിന് കർത്താവിന് നന്ദി. അത് എവിടെ എഴുതിയത്? സ്കൂളിൽ കൊടുത്ത ഒരു ബുക്കിനകത്ത്, ടീച്ചറിന് എഴുതി കൊടുത്ത ആ സ്കൂളിലെ നോട്ടിനകത്ത്. അവളുടെ വീക്കിനെ സമറൈസ് ചെയ്യാൻ പറഞ്ഞ, ഐ താങ്ക് ഗോഡ് ഈ സ്പ്ലിനെക്ടമി ചെയ്യാനും എനിക്ക് ഈ മരുന്ന് കൊടുക്കാതെ രക്ഷപ്പെട്ടതിനും എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ സീരിയസ് ആയ കാര്യം. സോ ഇങ്ങനെ ഒരു 2020 കഴിഞ്ഞ് ഞങ്ങൾ ആ 2021 വാച്ച് നൈറ്റ് സർവീസ് കഴിഞ്ഞ് എവറി ന്യൂ ഇയറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങളൊരു വചനം പറയും. അന്നേരം സന്തോഷായൻ ഒരു ആത്മാ പ്രേമിച്ച് എന്തുവാ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് വിശ്വസിച്ച് അവർക്ക് ഇനി ഒരിക്കലും ഹോസ്പിറ്റലൈസേഷൻ വരത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഇഷ്യൂവിന് വേണ്ടി ഇനി ഞങ്ങൾ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് എപ്പോഴും അത് കഴിഞ്ഞ് അവിടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു. പക്ഷേ എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇനി ആ അഡ്മിറ്റായി ആ മരുന്ന് ഇനിയും കൊടുക്കാതെയും ഒന്നും ഇടയാക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ തലയെ കൈവച്ച് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം 2023 ഒടിവായപ്പം ഞാൻ നോട്ടീസ് ചെയ്തു ഇങ്ങനെ അവൾക്ക് സ്പ്ലിനെക്ടമി വരാതിരുന്നത്. ഫൈനലി 2 ആശുപത്രിയിലെ ഡോക്ടർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൾക്ക് 2 മരുന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒരു മരുന്നിന് പകരം ആ ഒരു മരുന്ന് വർക്ക് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അന്നേരം അവർ പറഞ്ഞു, ഓക്കെ ഇവർക്ക് ഇപ്പോൾ ഇച്ചിരി പ്രായമായി, മേ ബി ഇനി അവൾക്ക് 2 മരുന്ന് വേണ്ടി ആവശ്യമായിരിക്കും എന്ന് പറഞ്ഞ് അവൾക്ക് 2 മരുന്ന് വെക്കാൻ തുടങ്ങി. അന്നേരം ഒരു എവറി 3 months 3 weeks ഒരു കുത്തിവെപ്പും ഒന്ന് ഓറലി ടേക്ക് ചെയ്യുന്ന മെഡിസിന് വേണം. 2023 ആയിരുന്നപ്പോൾ അത് ഞങ്ങൾ നല്ലതായിട്ട് ബാലൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെക്കേഷനിൽ പോകണമെങ്കിലോ എവിടെ പോകണമെങ്കിലും ഞങ്ങൾ കലണ്ടറിൽ നോക്കും, ഈ ആഴ്ച നമുക്ക് വെക്കേഷനിൽ പോകാനൊക്കത്തില്ല എന്നുവേണ്ടി അവിടെ കുത്തിവെപ്പിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. എത്തുകയിലും ഞങ്ങൾ ഇച്ചിരി മാറ്റി വെച്ചാൽ ഉടനെ ഞങ്ങൾ നോട്ടീസ് ചെയ്യും, അവിടെ പിന്നെയും മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി, വായിക്കാത്ത ബ്ലിസ്റ്റർ. അപ്പം ഒത്തിരി ഇങ്ങനെ ഞങ്ങൾ പറയാം ലൈക്ക് എഗ്ഷെൽ വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് പറയാം, ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു. അപ്പം ഞങ്ങൾ ഫാമിലിയുമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, മീനിങ് എല്ലാം അവിടെ സ്കെഡ്യൂൾ അനുസരിച്ചായിരുന്നു. ഞങ്ങളുടെ വെക്കേഷനോ എന്തോ പ്ലാൻ ചെയ്താലും അവിടെ ട്രീറ്റ്മെൻറ്റിനെ മുടക്കാതെയും അവിടെ ഹെൽത്തിനെ ബാധിക്കാതെയും ഞങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ 2023 ഞങ്ങൾ നോട്ടീസ് ചെയ്തു, ആ കുത്തിവെപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവൾക്ക് വല്ലാതെ അവിടെ ആങ്കിൾ പെയിൻ ചെയ്യുന്നു, പിന്നെ ശ്വാസം എടുക്കാൻ ഇച്ചിരി പ്രയാസമായിട്ട് വരുന്നു. അല്ലാന്ന് ഞാൻ അവൾ ചോദിക്കുന്നുണ്ട്, ഹാന എന്തുവേലും വേറെ ആയിട്ട് നീ നോട്ടീസ് ചെയ്യുന്നുണ്ടോ, വെയിറ്റ് ഗെയിൻ ചെയ്തോ, അങ്ങനെയെല്ലാം ഓരോന്നോരോന്നായിട്ട് ചോദിക്കുമ്പോൾ അവൾ ആം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ ഡോക്ടറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എന്തോ ഇവർക്ക് കുഴപ്പമുണ്ട്, ഇവൾ നോർമലായിട്ട് സ്റ്റെയർ അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ വല്ലാതെ ഇങ്ങനെ ശ്വാസം വിട്ടലും ഇങ്ങനെ 24 ആയെന്ന് ഓർത്തോണോ? 2024. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് 16 വയസ്സാകാൻ പോകുന്ന പെണ്ണിൻ്റെ ഇങ്ങനെയാണോ ഹെൽത്ത് ആകേണ്ടത്, നിങ്ങൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം, എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, ഇറ്റ്സ് നോർമൽ മാം എന്നെല്ലാം പറഞ്ഞ് അവരെപ്പോഴും ഇതൊക്കെ സൈഡ് ഇഫക്റ്റ് എന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഫൈനലി അവർക്ക് ചുമ വരാൻ തുടങ്ങി, ഒത്തിരി തോരാതൊരു ചുമ. അന്നേരം എത്ര മരുന്ന് കൊടുക്കുന്നു എന്നിട്ട് ചുമ നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എക്സ്റേ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഹൃദയം എൻലാർജ് ആയിട്ടിരിക്കുന്നു. എന്നിട്ട് ഇത്രയും ഞാൻ എപ്പം തൊട്ട് ഫെബ്രുവരി തൊട്ട് അവരോട് അന്നേരം ഫൈനലി ഒരു എക്സ്റേ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് അത് ഇവിടെ ഇപ്പം റെഗുലർ ഡോക്ടറിനെ അവർക്ക് സീ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് വേണ്ടി ഇത് കാർഡിയോളജി. ഇനി കാർഡിയോളജിയിൽ ഒരിക്കലും ഞങ്ങൾ പോയിട്ടില്ല. അന്നേരം അതിന് അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ അവർ ഇതുവരെയും പോകാത്തൊരു ഡോക്ടറാ കാർഡിയോളജി. പക്ഷെ ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു ന്യൂ പേഷ്യന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് അവർ തന്നേക്കുന്ന ഡേറ്റ് ജൂൺ എങ്ങാണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, അവൾ അത്രയും നാളെ നിൽക്കുമോന്ന് എനിക്ക് തോന്നത്തില്ല, നിങ്ങൾ ഒന്നുകൂടെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഫൈനലി ഒരു ഡോക്ടർ അപേക്ഷിച്ച് ഞങ്ങൾക്ക് എളുപ്പം അപ്പോയിന്റ്മെന്റ് തന്ന്. അന്നേരം അവർ പറയുന്നത് അവൾക്ക് ഹാർട്ട് ഫെയിലിയർ ആണെന്ന്.
മെയ് 22 മെയ് അന്നേരം ഞങ്ങൾക്ക് അത് വിശ്വസിക്കാനും Yeah. സഹിക്കാൻ വയ്യാത്ത ഒരു ഇതായിരുന്നു. അന്നേരം ഉടനെ അവർ പറഞ്ഞു അത് അറിഞ്ഞു കഴിഞ്ഞ് 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ്. 13 ദിവസം. ഞാനൊരു ബ്ലോഗ് മിനിസ്ട്രി എഴുതുന്നുണ്ട്, ഡ്യൂ ഡ്രോപ്സ് ഓഫ് മാൻ എന്ന്. അത് എഴുതുന്നത് പുള്ളിക്കാരി ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കറക്ഷൻ വരുത്താൻ, അത് സ്പാനിഷിലോട്ട് അവള് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അവള് നല്ല ഇവിടത്തെ സ്പാനിഷിൽ നല്ല ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഉള്ള ഒരു കുട്ടി നല്ലായിട്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താലും അവൾ പറയും ഇത് ശരിയായില്ല, പറയുന്നതനുസരിച്ച് അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അതിനു വേണ്ടി. ഈ ബ്ലോഗ് മിനിസ്ട്രിക്ക് പുള്ളിക്കാരി എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുമായിരുന്നു. ഈ 22 മെയ് 2024 ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഏതാ വാക്യം? വാലി ഓഫ് ബാക്ക, മലയാളത്തിൽ 84-ാം സങ്കീർത്തനത്തിൻ്റെ കണ്ണുനീർ താഴ്വയിൽ കൂടെ ഞാൻ കടന്നുപോയാലും എന്ന് പറഞ്ഞാൽ ആ വാലി ഓഫ് ബാക്ക എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഹാഫ് വേ ത്രൂ പുള്ളിക്കാരി വിളിക്കുന്നത് ഹാർട്ട് ഫെയിലിയറാണ്. ഞാൻ ആ കമ്പ്യൂട്ടർ വന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ അത് എഴുതിയില്ല. അവൾ മരിച്ചു കഴിഞ്ഞ് ഒരു മേ ബി 2 months കഴിഞ്ഞപ്പോഴാണ് വാലി ഓഫ് ബാക്ക് ഫിനിഷ് ചെയ്തു. നമ്മുടെ ലൈഫ് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവാത്മാവ് എഴുതിക്കൊണ്ടിരുന്ന അത് ഇതായിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് നോ ഞാനൊരു വാലി ഓഫ് ബാക്ക് ആയിക്കൂടെ കടന്നു പോകുമെന്ന് ഒരിക്കലും അന്ന് ചിന്തിച്ചില്ല. അങ്ങനെ പുള്ളിക്കാരിയെ മൻഹാറ്റൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. 22-ാം തീയതി മെയ് പുള്ളിക്കാരി ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ മടങ്ങി വന്നിട്ടില്ല. ജൂൺ 2-ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, 16-ാമത്തെ ബർത്ത്ഡേ. അവിടെ വിസിറ്റേഴ്സ് വളരെ കുറച്ചേ അലോഡ് ചെയ്യാനുള്ളെങ്കിലും അവളുടെ പ്രായമുള്ള എൻ്റെ ബ്രദറിൻ്റെ പിള്ളേരും അവർ ആ പ്രായമുള്ളവരെ കുറേ പേരെ കൊണ്ടുവന്ന് അവരവിടെ അന്നേരത്തേക്ക് പുള്ളിക്കാരി ഒരു ശകലം ബെറ്ററായി വരുന്നു. ഞങ്ങൾ ആക്ച്വലി ഞാൻ അന്നേരം കഠിനമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുവേണ്ടി എൻ്റെ കൊച്ചിന് 16 വയസ്സാവുന്നു, പക്ഷേ അവൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനാണോ ആദ്യത്തെ മിറക്കിളായിട്ട് തന്ന കൊച്ചിൻ്റെ ഇതാണോ എൻ്റെ കൊച്ചിൻ്റെ ഭാവി എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഇനി എങ്ങനെയും സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ പറഞ്ഞ് ഭയങ്കര പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. സോ അവളുടെ 16th ബർത്ത്ഡേയിൽ അവിടുത്തെ ബാൽക്കണിയിൽ കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൻ്റെ ഒരു നല്ലൊരു പാർട്ടി ചെറുതായിട്ടൊക്കെ നടത്തി അതിൻ്റെ ഒരു പിക്ചർ അവിടെ കാണിക്കുന്നത്. അന്നേരം ആക്ച്വലി 22-ന് അഡ്മിറ്റായി. ഒരു 28 ആയപ്പോഴത്തേക്ക് അവൾ തന്നെ ശ്വാസം വിടാൻ വേണ്ടി ആ സമയം വരെ ആൾക്ക് ശ്വാസം വിടാനും എല്ലാം പാടായിരുന്നു. അന്നേരം അവൾ ഒത്തിരി ബെറ്ററായി. ഞങ്ങൾ ഓർത്ത് ഡിസ്ചാർജ് കിട്ടുമെന്ന് അവൾ എപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട്, മാം വെൻ ആർ വി ഗോയിങ് ഹോം എന്ന് പറഞ്ഞ്. ഈ ഒരു അൺകോൺഷ്യസ് സിറ്റുവേഷൻ പുള്ളിക്കാരിയെ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞപ്പോഴും അവൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഞങ്ങൾ ചോദിക്കുക, ആർ യു ഷുവർ ദിസ് ഇസ് ഹാർട്ട് ഫെയിലിയർ? അവർ പറയുന്ന നമ്പേഴ്സും ഇവളുടെ സിംറ്റംസുമായിട്ട് യാതൊരു കാലേ നീരില്ല, ഫേസേ നീരില്ല, ഹാർട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഈ ഹാർട്ടിന്റെ ഹോസ്പിറ്റലുകാർ പറയുന്ന നമ്പേഴ്സ് കേട്ടാൽ നമ്മൾ ഓർക്കും ഇപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുമെന്ന്. പക്ഷേ പുള്ളിക്കാരി ഇരുന്ന് ജോക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നു, നോർമലായിട്ട് ഷീ ഈസ് ആക്റ്റീവ് ആസ് എവർ സോ അത്രയും അതായത് പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് പറയുമ്പം ഏതോ ഒരു അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്കും സോ പുള്ളിക്കാരിയെ കണ്ടാൽ ഓർക്കത്തില്ല ഇത്രയും ഹാർട്ട് ഫെയിലിയർ ആണെന്ന്. കാരണം നമ്മൾ ഷീസ് ടോക്കിംഗ് നോർമലി, ബേസിക്കലി ബ്രീതിങ് നോർമലി, ഇടയ്ക്കിടയ്ക്ക് ഒരു മാസ്ക് കൊടുക്കും, ഓക്സിജൻ മാസ്കും, പക്ഷേ ഒരു അൺകോൺഷ്യസും ഇല്ല, ഒന്നുമില്ല. ഈ 2 weeks പുള്ളിക്കാരി ടോട്ടലി ആക്റ്റീവ് ആയിരുന്നു. ഷി വാസ് വെരി ഹാപ്പി ആൻഡ് എല്ലാം പിന്നെയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രീത്തിങ്. എന്നാലും പുള്ളിക്കാരി ആ 2 ആഴ്ചയെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം സോ അതൊരു മിറക്കിൾസ് വീക്കായിരുന്നു ബേസിക്കലി സോ ഇങ്ങനെ ഞാൻ പറയാം. അന്ന് സോ ഇതൊരു ട്യൂസ്ഡേയിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി അഡ്മിറ്റ് ചെയ്തത്. മെയ് 22 ഞാൻ ഓർക്കുന്നത് ട്യൂസ്ഡേയാണ്. ഫ്രൈഡേയിൽ അവാനയുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അന്നേരം ചില ലീഡേഴ്സൊക്കെ അന്ന് ഔട്ടാണ്. അന്ന് അവർക്ക് ഏതോ കാര്യത്തിന് പല കാര്യത്തിനും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. അന്നേരം ഇത് 1.5 മണിക്കൂർ ദൂരെയാണ് ഈ ഹോസ്പിറ്റൽ ചർച്ച ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞു
എന്നോട് ചോദിച്ചു ഫ്രൈഡേ ആയി. ഞാൻ പറഞ്ഞു യാസ്. പുള്ളി പറഞ്ഞു അവാനയ്ക്ക് പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഐ ആം വാച്ചിങ് യു. ലൈക്ക് നോ, ഐ ആം ഓക്കെ, യു ഗോ. എന്ന് പറഞ്ഞു ഇന്ന ആളിവിടെ ഇല്ല, ഞാനിവിടെ ഇല്ല, അതായത് പുള്ളിക്കാരി. ഐ ആം നോട്ട് ദെയർ. അതൊരു വലിയ ഗ്യാപ്പാണെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ ഞാനും കൂടെ ഡാഡിയും കൂടെ പോകാതിരുന്ന അവിടെ ഒരു വലിയ സൂപ്പായിരിക്കും, കുളമായിരുന്നു പറഞ്ഞു. അതിന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അന്നേരത്തേക്ക് കവറേജും ആൾക്കാരെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പണികൾ ചെയ്യാനും കാര്യങ്ങളും. അവർ ഞാൻ സർപ്രൈസിംഗ്ലി ഷോ അപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന ഒരാളെന്നോട് പറഞ്ഞു ഇവിടെ വരാനും. അന്നേരം അവരെ വാർത്ത മേഴ്സിയോ? ഞാൻ പറഞ്ഞു മേഴ്സി അല്ല പറഞ്ഞു വിട്ടെ, അവിടെ ഇരുന്ന് ബെഡിലിരുന്ന ആള് എന്നോട് പറഞ്ഞു, ഫോഴ്സ് ചെയ്തു. ഞാൻ പറഞ്ഞു നേരത്തേക്ക് ഞാനൊരു ഇച്ചിരി എക്സ്ക്യൂസ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഹാന 1 hour 27 minutes കാണിക്കുന്നു. കുഴപ്പമില്ല, നേരത്തെ ഇറങ്ങാം. ഇതായിരുന്നു പുള്ളിക്കാരൻ. സോ ഇതാ പുള്ളി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നോ ഇല്ലയോ ഒന്ന് പുള്ളിക്കാരി ഫോണെ വാച്ച് ചെയ്യുന്നുണ്ട്, ലൊക്കേഷൻ. അവിടെ ചെന്ന് ഞാൻ ക്ലോസറ്റ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, ഹാവ് ഫൺ ഇൻ അവാന വിതൗട്ട് മീ എന്നൊരു ഒരു ക്രൈയിങ് സൈനൊക്കെ വെച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു എനി നീഡ് കോൾ മീ. കാരണം പുള്ളിക്കാരിക്കറിയാം ഒത്തിരി ഒരു ഓൾമോസ്റ്റ് ഒരു ഇയറും കൊണ്ട്, ഇയർ ഓർ മോർ, ഷീസ് ബിൻ ടേക്കിംഗ് മോർ റെസ്പോൺസിബിലിറ്റി ദാൻ മോസ്റ്റ് അഡൾട്ട്സ് ഹാവ്. യുനോ പിള്ളേർ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി കൂടുതൽ പുള്ളിക്കാരി അതെടുത്തു. അത് ഞങ്ങളൊരു 5 minutes പ്രിപ്പറേഷൻ ടൈമിൻ്റെ 5 minutes ലേറ്റ് ആയിട്ട് ചെന്നാൽ പുള്ളിക്കാരി എന്നും മഴക്ക് പറയും ഞങ്ങളെ വണ്ടിയിലിടുന്നു. നമുക്ക് പറഞ്ഞ് ഇത്രയും പണിയുണ്ട് ചെയ്യാൻ, പിള്ളേർ വരുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യണം, ഏനോ അങ്ങനെ ഒത്തിരി. സോ ഈ 2 ആഴ്ച അന്നേരം വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന് വാനൊക്കെ സർവ് ചെയ്യും. അതിന് 2 ആഴ്ച കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഇടയ്ക്ക് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ അവാനയുടെ മെയിൻ ലീഡർ ആശാ ആൻറ്റി അവിടെ വന്നു, ഹോസ്പിറ്റലിൽ വന്നു. നേരം കയ്യേൽ എല്ലാം IV കുത്തിയിട്ടുണ്ട്, 2 കയ്യേലും IV കുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി ആശയോട് പറയാം ബ്രിങ് മീ ലാപ്ടോപ്പ് കൊണ്ടുവരാ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. അവാന ആനിവേഴ്സറി ജൂൺ 14 നടക്കേണ്ടതാണ്, ഞാനത് സെറ്റപ്പ് ചെയ്ത് തരാവുന്നത്. ആശ പറഞ്ഞു നോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ഇതോ, നീ ഇപ്പം ഈ കൈ കൊണ്ട് ചെയ്യാനോ ലാപ്ടോപ്പും കൊണ്ടോ? ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് ആനിവേഴ്സറിക്ക്, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ. ഞങ്ങളാരും അവർക്ക് ലാപ്ടോപ്പും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അവൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുള്ളിക്കാരുടെ ഫോണെ നോക്കിയപ്പം ലാസ്റ്റ് 2 notes വാസ് അവാന മിനിസ്ട്രി നോട്ട്സ്. ഒന്ന് ഗ്രാജുവേറ്റിംഗ് പിള്ളേരുടെ ലിസ്റ്റ്, അത് 120 പിള്ളേരുണ്ട്. അതിനകത്ത് പുള്ളിക്കാരി ഓരോരുത്തരുടെ ആ കൊച്ചു ഫോണിലിരുന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിലിരുന്ന് കണ്ടുപിടിച്ചു ആരൊക്കെ ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇന്ന ക്ലാസ്സിൽ നിന്ന് ഇന്ന ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ലിസ്റ്റ് മുഴുക്കാൻ. അവർക്ക് ഏത് അവാർഡാണ് കൊടുക്കേണ്ടതെന്നും അവർക്ക് ഏത് അവാർഡ് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്ന് പുള്ളിക്കാരി എന്നെ എഴുതി വെച്ചിട്ടു. അടുത്തൊരു കാര്യം 18 things to do for അവാന ആനിവേഴ്സറി, അടുത്ത നോട്ട്. ഇന്ന കാര്യങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. അങ്ങനെ അവൾ മരിക്കുന്നതിന് 3 ദിവസം മുമ്പേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പുള്ളിക്കാരി എഴുതി വെച്ചിട്ടാണ് പോയത്. ആക്ച്വലി ആനയുടെ മരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള ഒരു കാര്യമാണ്. അതിനെ ഉൾക്കൊള്ളാനും അതിനെ ആ ഒരു വേദനയിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു എന്താ പറയുന്നത് കുറേ ചോദ്യങ്ങൾ, ബൈബിളിൽ നോക്കിയാൽ തന്നെ ഒത്തിരി പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ നേരിട്ടു? സ്വാഭാവികമായിട്ട് 16 വയസ്സുള്ള കുഞ്ഞ്, അവൾ ഈ വല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ്. അവൾ ഓൾ ഓഫ് എ സഡൻ വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെ അവളുടെ വേർപാടുണ്ടാകുന്നു. നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു? ഓബ്വിയസ്ലി സ്വാഭാവികമായിട്ടും വേദന വരും. ഒരു സീസൺ ആദ്യത്തെ ഒരു ഫ്യൂ വീക്സ് അറ്റ്ലീസ്റ്റ് വി വർ റിയലി വളരെ ഭാരപ്പെട്ടു. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു.
ഞാൻ കർത്താവ് എനിക്കൊരു ദൂതിൻ്റെ മിനിസ്ട്രി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഐ എം ഡൺ, ഇതിനി ഞാൻ ചെയ്യത്തില്ല. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മിനിസ്ട്രി ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ പല കാര്യങ്ങൾ, ബ്ലോഗ് മിനിസ്ട്രി ചെയ്യത്തില്ല. ഐ ഡിസൈഡഡ് നോട്ട് ടു ഡു എനിത്തിങ്. പക്ഷേ ദൈവാത്മാവ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഞങ്ങളെ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവളുടെ അസുഖത്തിൻ്റെ സമയത്തൊരു ഓഡിബിൾ വോയിസ് കേട്ടു, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നു. ഡു നോട്ട് ലെറ്റ് യുവർ ഗ്രീഫ് ഗെറ്റ് ഇൻ ടു ദ വേ ഓഫ് ദ മിനിസ്ട്രി. ഇങ്ങനൊരു വാക്ക് നിങ്ങളുടെ ദുഃഖവും നിൻ്റെ മിനിസ്ട്രിയുമായിട്ട് മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു ഇൻസ്ട്രക്ഷനായിരുന്നു കർത്താവിന്. അതൊരു ഇൻസ്ട്രക്ഷനായിരുന്നു, അതൊരു ഡിഫിക്കൽട്ട് ഇൻസ്ട്രക്ഷനായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞ് ലോകത്തു നിന്ന് പോയപ്പം അത് മിനിസ്ട്രിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്, റിയലി ഡിഫിക്കൽട്ട്. അതിന്നും അത് റിയലി ഡിഫിക്കൽട്ടാണ്. ഓക്കെ, 2 years ഡൗൺ. ഇപ്പോഴും അവളവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വേദനയും, അവൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ ഒരു മിനിസ്ട്രി പാർട്ട്ണറായിരുന്നു. അവാന തന്നെയല്ല, സൺഡേ സ്കൂളിലും പല കാര്യങ്ങളും മേഴ്സി യങ് വുമൻസിൻ്റെ മിനിസ്ട്രി ലീഡ് ചെയ്യുന്നുണ്ട്. അവൾ മരിക്കുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ അവിടെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു യങ് വുമൻസിന്. അത് പുള്ളിക്കാരി പോയി ഹെൽപ്പ് ചെയ്തു. അത് സെറ്റപ്പ് ചെയ്യാനും അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് ആ പിക്ചർ അവിടെ ഉണ്ട് അതിൻ്റെ ടോപ്പിലവിടെ. ഓക്കെ, സോ അങ്ങനെ ഞങ്ങളുടെ ഒരു ചിറകായിരുന്നു അവൾ. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഒരു ചിറകായിരുന്നു. അത് ഒടിഞ്ഞു പോയപ്പം ഞങ്ങൾക്ക് വളരെ ഭാരപ്പെട്ടു. അതിപ്പോഴും ഞങ്ങൾക്ക് തന്നെയല്ല, ദൈവസഭയ്ക്കും അത് ഒരു ഹോളായിരിക്കും. പക്ഷേ ദൈവം ഞങ്ങളെ പല ലെസൺസ് അതിൽ കൂടെ പഠിപ്പിച്ചു. ഒന്ന്, അവൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 15 young people got up and said we will serve. ഇതുവരെയും സെർവ് ചെയ്യാത്ത പിള്ളേർ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ ലീഡർഷിപ്പിൽ. ഓക്കെ, പ്രത്യേകിച്ച് അവളുടെ 4 പെൺപിള്ളേർ അവളുടെ ഏജ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സും ആ ഫ്രണ്ട്സ് അവൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. ഇൻ ജനറൽ വിശ്വാസത്തിലും പ്രാർത്ഥിക്കാനും എല്ലാം ഇത് സെയിം ഏജായവർ 4 പേരും. അവൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും എല്ലാം അവൾക്ക് ടെക്സ്റ്റ് ചെയ്യും, ഞാൻ ഇന്ന പ്രൊസീജിയേഴ്സൊക്കെ അവിടെ പോകുന്നുണ്ട്. ഈ 4 പെൺപിള്ളേർ അവർ സ്റ്റെപ്പപ്പ് ചെയ്തു. പറഞ്ഞു ഹാന ചെയ്ത മിനിസ്ട്രീസ് എല്ലാം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ട്വിൻസും പിന്നെ ബാക്കി ചർച്ചിലെ ഒത്തിരി പേര്, പിന്നെ അത് യങ് പീപ്പിളുടെ ഗ്രൂപ്പായിരുന്നു ആ ഏജ് ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ ദൈവാത്മാവ് ചില യങ് കപ്പിൾസിനെ ഒരുക്കി. ഇവളുടെ ടെസ്റ്റിമണി ഞങ്ങൾ ഫ്യൂണറലിൽ പറഞ്ഞപ്പം ദൈവാത്മാവ് അവരുടെ മനസ്സിലോട് ഇങ്ങനെ ഇടപെട്ടു. ഒരിക്കലും സെർവ് ചെയ്യാത്ത യങ് കപ്പിൾസ്, എക്സ്ക്യൂസസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഞങ്ങളുടെ ചർച്ചിൽ മാത്രമല്ല അതർ ചർച്ചസിലും ഉണ്ടാവും. അങ്ങനെ ദൈവാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി. ഇതൊരു കേർണൽ ഓഫ് വീറ്റ് വീണ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നവരെ അത് ഇറ്റ് വിൽ ബി അലോൺ ബട്ട് വെൻ ഇറ്റ് ഹാസ് ഫോളൻ. ആ വാക്യം ഞങ്ങളെ ബലപ്പെടുത്തി. ഈ ഗോതമ്പ് മണി അത് എവ്രി നൗ ആൻഡ് ദെൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാൻഡം പീപ്പിൾ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഞങ്ങളോട് പറയും, നിങ്ങളുടെ ടെസ്റ്റ് മോണി കേട്ട് ഞങ്ങൾ പഠിപ്പിക്കാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോയി, ഞങ്ങൾ യൂത്ത് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു. ഇതിപ്പോഴും പറയുന്നു. കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഒരു ഫ്യൂണറൽ നടന്നു. ഒരു ടെക്സസിൽ നിന്നൊരു കൊച്ച് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ഫ്യൂണറൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കൊച്ചിൻ്റെ ഫ്യൂണറൽ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതൊരു ഞങ്ങൾക്കൊരു ചാലഞ്ചായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിൻ്റെ ഓരോ എക്സാമ്പിൾസ് കാണിച്ച് പിന്നെ പലരും ഞങ്ങളോട് പറഞ്ഞു അവളുടെ ബൈബിൾ റീഡിങ്ങിൻ്റെ ഇത് ഒത്തിരി ആൾക്കാരും ബൈബിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരിക്കലും ഫിനിഷ് ചെയ്യാത്തവരുണ്ട്. ഒത്തിരി പേരങ്ങനെ ഞങ്ങൾക്ക് എൻകറേജ്മെൻ്റ് ആയിട്ട് അവളുടെ ജീവിതം ഒരു ഇതായിട്ട് വന്നപ്പം
ഞങ്ങളെ അത് എൻകറേജ് ചെയ്തു. ഇത് അവളൊരു സമയത്തിന് വേണ്ടി വന്നതാണ്. ആ സമയം ഞങ്ങളുടെ ഒരു ഫ്യൂണറലിനൊരു പാസ്റ്റർ ഫീലിക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ദൈവാത്മാവ് ഞാൻ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഒരു ഗസ്റ്റ് സ്പീക്കറാണ്, പക്ഷേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വരാമോ, ബോസ്റ്റണിൽ നിന്നാണ് എന്തായാലും പുള്ളി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചിൻ്റെ ഫ്യൂണറലിൻ്റെ മെസ്സേജിൽ ആ സമയത്ത് ദൈവാത്മാവ് യുവർ ചെയ്ത്. പക്ഷേ ആക്ച്വലി പുള്ളിക്കാരൻ പാസ്റ്റർ ചോദിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആരെങ്കിലും ഇങ്ങനെ ദൂത് പറഞ്ഞാണോ. അന്നേരം ഞങ്ങൾ ഓർക്കുന്നു ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ പോയി ഒരു കപ്പിളായിട്ട് ഞങ്ങൾ അന്നേരം അറിയത്തില്ല പുള്ളിയെ. ഞങ്ങൾ ആദ്യമായിട്ട് ആ പുള്ളിയെ മീറ്റ് ചെയ്യും. അന്നേരം പുള്ളി ഞങ്ങളുടെ തലയിൽ കൈ വെച്ച് പറയുമ്പം പറയുന്നുണ്ട് ഹന്ന ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഹന്നയുടെ സമയത്തല്ല ശമൂവേൽ ഉണ്ടായേ, ദൈവത്തിൻ്റെ സമയത്ത്. ഒരു ഇസ്രയേലിന് ഒരു ജഡ്ജിൻ്റെ ആവശ്യം. അന്നേരം ആ സമയത്താ ഇങ്ങനെ ഒരു പ്രോഫസി ഞങ്ങളോട് ഈ പുള്ളിക്കാരൻ അന്നേരം പറഞ്ഞു ഞങ്ങൾക്ക് എന്നേ കൊച്ചുങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അറിഞ്ഞു ഏത് സമയത്ത് ആ ഹാന ഉണ്ടാകേണ്ടത്, ഏത് തലമുറയ്ക്ക് വേണ്ടി ആ ഹാനയെ ജനിച്ച് ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി. അന്നേരം അത് തിരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ മൈ ഗോഡ് അതുപോലെ സംഭവിച്ചു. ലൈക്ക് ഹാന ഞങ്ങൾ ഒത്തിരി ചോദ്യം ചെയ്തു. അന്നേരം ഒത്തിരി പ്രോഫസി അവളെക്കുറിച്ചുണ്ടായിരുന്നു. അന്നേരം ഞാനും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇന്നാര് സാംസ് 1 ഞങ്ങളോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക് എ ട്രീ ദാറ്റ് ഈസ് പ്ലാന്റഡ് ബൈ ദ നട്ടിരിക്കുന്നതും അതുപോലത്തെ അവിടെ ജീവിതം ഒരിക്കലും അവിടെ ഇല വാടത്തില്ല. എന്തോ എല്ലാം വന്നാലും അവൾ ഒരിക്കലും. അപ്പം ഞങ്ങൾ അത് വിശ്വസിച്ചു. അന്നേരം ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു അന്നേരം എങ്ങനെ ഇത്രയും ദൂത് അവൾ ജീവിക്കുമെന്ന് ഡോക്ടർ ഞങ്ങളോട് ആക്ച്വലി അവൾ മരിച്ചു എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് തബീത്താക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വണ്ടയിലും എല്ലാം ദൈവം എനിക്ക് ഞങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് അവൾ പോകല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി ഉറച്ചു നിന്ന് വിശ്വസിക്കാനൊത്തില്ല. ഒത്തിരി CPR ചെയ്തവർ CPR ചെയ്ത് 45 മിനിറ്റ്സ് CPR ചെയ്തിട്ടും ഹാർട്ട് വാസ് നോട്ട് മൂവിങ്. അന്നേരം എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് കുഞ്ഞിനെ ഷി വെന്റ് ഹോം. അന്നേരം ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു ഷി വെന്റ് ഹോം. അന്നേരം അവളുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഭയങ്കരം പ്രകാശമായിരുന്നു. ഓക്കെ, അത് ഞങ്ങൾ മാത്രമല്ല, അവിടെ അന്ന് ഹോസ്പിറ്റലിൽ വന്ന ചർച്ചക്കാരെല്ലാം പറഞ്ഞു ഇതൊരു ഷീ സ്മൈലിങ്. ഈ വേദനയെല്ലാം മാറ്റി അവൾ ആരെയോ കണ്ട് വേദനയില്ലാത്തൊരു ഒരു ബ്യൂട്ടിഫുൾ സ്മൈലായിരുന്നു അവളുടെ മരിച്ചു കിടക്കുന്ന ബോഡിയിൽ. അതുപോലൊക്കെ തന്നെ ആ ദിവസം ഒരു മറന്നു അത് പറയട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു ദൂത് കാണിച്ചു, ഒരു വിഷൻ. പക്ഷേ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് വാസ്. ഓക്കെ, എനിക്ക് ദൂതിൻ്റെ മിനിസ്ട്രി ഉണ്ട് സോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ ഹോസ്പിറ്റലിൻ്റെ ബെഡിൻ്റെ റൂമിൻ്റെ വെളിയിൽ വെച്ചാണ് ഈ വിഷൻ വരുന്നത്. ദൈവാത്മാവ് കാണിച്ചു ഞാൻ അവളെ അത് ഒരു അൺനോൺ ഹാൻഡിലേക്ക് കൈമാറുന്നു. ഓക്കെ, എനിക്കറിയാൻ വയ്യാത്ത ഒരു അദൃശ്യ കരങ്ങളിലേക്ക് അവളെ കൈമാറുന്ന ഒരു വിഷൻ എനിക്ക് വന്നു. അത് പിന്നെയാണ് ഞാൻ ഓർത്തത് അതായിരുന്നല്ലോ അന്നേരം നമുക്കത് ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ, കൊച്ചും മരിച്ചു പോകുന്നോ ഒന്നുമില്ല. സോ അന്നേരം ഞാൻ പറഞ്ഞു വന്നത് ഈ പാസ്റ്റർ വന്നു. അന്നേരം അവള് ജനിക്കുന്നതിന് മുമ്പേ ദൂത് തന്ന പാസ്റ്റർ. അന്നേരം ഞങ്ങളുടെ സാക്ഷ്യം പുള്ളി സ്റ്റേജിലെല്ലാം പറയുന്നുണ്ട്, ഞാൻ ഒരു കപ്പിളിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അതുപോലെ അവർക്ക് കുഞ്ഞിനെ തന്നു, ഹന്ന എന്ന പേരും എല്ലാം. അന്നേരം ഞങ്ങളിപ്പം വിളിക്കുക അവള് പോയി, എന്നിട്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരന് അത് ഷോക്കിങ്. എന്നിട്ട് പുള്ളിയും ചോദ്യം ചോദിക്കുക ദൈവത്തോട്, ഞാൻ എങ്ങനെ ആ ഫാമിലിയോട് ചെന്ന് പറയും, എന്നിട്ട് എന്തോ ദൂത് ഞാൻ അവർക്ക് കൊടുക്കും, എന്തോ സമാധാനം പറയും എന്നെല്ലാം. അന്നേരം ദൈവാത്മാവ് പുള്ളി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടും 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല അതിന്. പിന്നെ ദൈവാത്മാവളോട് പുള്ളിയോട് സ്ട്രിക്റ്റ് ക്ലിയർലി പറഞ്ഞു മിഷൻ അക്കംപ്ലിഷ്ഡ്. വന്ന കാര്യം, അവളെ പറഞ്ഞു വിട്ട കാര്യം തീർത്തു, വേല തീർത്തെന്ന് പറഞ്ഞു.
അത് പുള്ളി അത് സ്റ്റേജിൽ പ്രസംഗിച്ചത്, ആ ഫ്യൂണറലിൻ്റെ മെസ്സേജ് നിങ്ങൾ കേട്ട് കാണാം ആ വീഡിയോയിൽ. അത് ആൾക്കാർക്ക് വളരെ ആശ്വാസമായിരുന്നു. ഇങ്ങനൊരു മെസ്സേജ്, ഫ്യൂണറൽ മെസ്സേജ് കേട്ടിട്ടില്ല അവർ. കാരണം വന്ന മിഷൻ ഒരു 16 വയസ്സിനുള്ളിൽ എങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിച്ച് ജീവിതം കാത്ത് ഓട്ടം തികച്ച് അവളുടെ മിഷൻ അക്കംപ്ലിഷ് ചെയ്ത് വീട്ടിൽ പോയി. ഇത് ഹാനയുടെ പേരിൽ ചർച്ച തുടങ്ങിയൊരു അവാർഡാണ്. അവാന മിനിസ്ട്രിയിൽ ഫെയ്ത്ത്ഫുള്ളി സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഗ്രാജുവേറ്റിംഗ് സീനിയേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അതിൻ്റെ പേര് ഹാനാസ് ഹാർട്ട് ലെഗസി അവാർഡ് എന്ന് പറയും. അത് അവരുടെ പഠന സമയത്തും സ്കൂളിൻ്റെ പ്രോജക്ട്സും ഒക്കെയുള്ള സമയത്തും ഈ ഫെയ്ത്ത്ഫുള്ളി സെർവ് ചെയ്യുന്നൊരു പിള്ളേർക്ക് കൊടുക്കുന്നൊരു അവാർഡാണ്. ഇയർലി കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇത് ഹാനയുടെ പേരിൽ ഞങ്ങളുടെ ചർച്ചിലല്ല, ഇവിടെ ന്യൂയോർക്കിലുള്ള വൺ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ പാസ്റ്റർ ഇനിഷ്യേറ്റ് ചെയ്തൊരു അവാർഡാണ്. ഇത് നോ എക്സ്ക്യൂസസ്, ഐ ആം എ സെർവൻറ്റ് ഓഫ് ദ കിങ്. ആ പാസ്റ്റർ സീസൽ മാത്യു തുടങ്ങിയ ഒരു അവാർഡാണ് ഇത്. എവറി ഇയർ അവരുടെ ചർച്ചിൽ സെർവ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അവരുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്ന കൊച്ചിന് ഇയർലി അവരുടെ കോൺഫറൻസിൻ്റെ സമയത്ത് കൊടുക്കുന്ന അവാർഡാണ്. ഇതിൻ്റെ മീനിങ് നോ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് ആ പാസ്റ്റർ സീസലിൻ്റെ ഐഡിയ ആയിരുന്നു. പാസ്റ്റർ സീസൽ പറഞ്ഞത് ഈ കൊച്ച് ഹാനായ്ക്ക് ഫുൾ എക്സ്ക്യൂസസ് ഉള്ളൊരു വെച്ചാൽ സെർവ് ചെയ്യാതിരിക്കാം, ദൈവസഭയിൽ സെർവ് ചെയ്യാതിരിക്കാൻ ഏതെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ ഇത് ഹാനയായിരുന്നു എക്സ്ക്യൂസ് ഉള്ളയാൾ. പക്ഷേ ആ എക്സ്ക്യൂസ് ഒന്നും ഉപയോഗിക്കാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സെർവ് ചെയ്ത് ഹാനയെ ഓർത്ത് അവരുടെ ചർച്ചിലെ പിള്ളേർക്ക് എൻകറേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവാർഡ് എവറി ഇയർ ഈ ഷർട്ടും ഒരു ട്രോഫിയും ഒരു പ്രൈസ് അവർക്ക് കൊടുക്കുന്നു, എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാനയുടെ സ്കൂളിൽ ഒരു ഹാന ജോർജ് അവാർഡ്, അതായത് എലിമെൻ്ററി സ്കൂളിൽ ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 6th ഗ്രേഡ് വരെ ഹാനയുടെ ഈ പെയിനിൽ കൂടെ കടന്നുപോയ സമയത്ത്, അതായത് ഫസ്റ്റ് ഗ്രേഡിലായിരുന്നു അവളുടെ ഈ ഡയഗ്നോസിസ്, ആ സമയത്ത് പുള്ളിക്കാരി ആ സ്കൂളിനെ ഒത്തിരി സെർവ് ചെയ്തു. അതായത് ടീച്ചേഴ്സിനെ ടെസ്റ്റ് ഫോട്ടോ കോപ്പി ചെയ്യാനും ബുക്ക് അറേഞ്ച് വെക്കാനും എല്ലാം ഈ അസുഖങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അതിനെ വകവെക്കാതെ പുള്ളിക്കാരി ആ ടീച്ചേഴ്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, എല്ലാ ടീച്ചേഴ്സിനെയും. പുള്ളിക്കാരി മരിച്ച ദിവസം ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, ക്യാൻ വി സ്റ്റാർട്ട് ആൻ ഹാന ജോർജ് അവാർഡ് ഇൻ ഹെർ നെയിം ഫോർ എവർ ഇൻ ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക് സ്കൂൾ, ഇവിടുത്തെ അമേരിക്കൻ പബ്ലിക് സ്കൂളിൽ എല്ലാ വർഷവും അവരുടെ സ്കൂളിനെ സെർവ് ചെയ്യുന്ന ഒരു കൊച്ചിന് ഒരു അവാർഡും ഞങ്ങളൊരു ക്യാഷ് പ്രൈസും അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. എവറി ഇയർ അത് അവളുടെ നെയിംസ് കീപ്പപ്പ് ചെയ്യാൻ ആ സ്കൂൾ ഇനിഷ്യേറ്റ് ചെയ്ത്, അവരുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു അവാർഡാണ്. ചർച്ചിൽ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഒരു ഇവൻ്റാണ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ, മേഴ്സി ലീഡ് ചെയ്യുന്ന ഒരു വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഇവൻറ്റിൽ പുള്ളിക്കാരി അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് മരിക്കുന്നതിന് 1 മാസത്തിന് മുമ്പേ നടന്നൊരു ഇവൻ്റാണ് ഇത്. അതിൻ്റെ പേര്, ആ ഇവൻറ്റിൻ്റെ പേര് ബ്യൂട്ടി ഫ്രം ആഷസ്. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന് പറഞ്ഞ ആ ഒരു ഇവൻറ്റ് ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളായി. അതിന് ഹാന ഒത്തിരി ഹെൽപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇത് ഹാനയുടെ ലാസ്റ്റ് ബർത്ത്ഡേ, അത് അവളുടെ 16ാമത്തെ ബർത്ത്ഡേ ഹോസ്പിറ്റൽ ബെഡിൽ മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ എടുത്ത പിക്ചറാണ്. ബാക്കിയെല്ലാം ഇറ്റ്സ് ജസ്റ്റ് എ കൊളാജ് ഓഫ് ഓൾ ദ ഇയേഴ്സ്. ഇത് ഹോസ്പിറ്റലിൽ ഇരുന്നെടുത്ത, അത് ഡയഗ്നോസിസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു പിക്ചറാണ്. 16th ബർത്ത്ഡേക്ക് ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ വെച്ച് ചെയ്ത ഒരു ചെറിയ ഫങ്ഷൻ.
ഇത് ഹനയുടെ ഫ്യൂണറലിൽ ഞങ്ങൾ കൊടുത്ത ഒരു ബുക്ക് മാർക്കാണ്. ഇത് അനേക ആൾക്കാർ അവരുടെ ബൈബിളിൽ വെച്ച് അതൊരു ചാലഞ്ചായിട്ട് എടുത്തേക്കുക. പല സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ ദേ സ്റ്റിൽ ഹാവ് ഇറ്റ് ഇൻ ദെയർ ബുക്ക് മാർക്ക്. അത് ബൈബിളിലെ ബുക്ക് മാർക്ക് ബൈബിൾ എന്നും വായിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മ ഇതായിട്ടത് മാറി. ഞങ്ങളത് ഇൻറ്റൻഡ് ചെയ്ത് അതിനല്ല, ജസ്റ്റ് ഒരു ഉള്ള മെമ്മറിക്ക് വേണ്ടി കൊടുത്തതാണ്. പക്ഷേ പീപ്പിൾ ആർ യൂസിങ് ദിസ് ആസ് എൻ എൻകറേജ്മെൻറ്റ് ടു കണ്ടിന്യൂസ്ലി റീഡ് ദ ബൈബിൾ. അത് ഞങ്ങൾ ഇറ്റ് വാസ് സർപ്രൈസിങ് ടു അസ് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന്. പക്ഷേ പലരും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിൽ ഇത് വെച്ചിട്ടുണ്ട്, ഇത് രാവിലെ വായിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ ഒരു നോട്ടായത്, എന്നും വായിക്കണം. ഹന്നയുടെ ജീവിതം കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 16 വയസ്സിൽ അവളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ദൈവം അവൾക്ക് കൊടുത്ത നിയോഗം പൂർത്തിയാക്കി, അവളുടെ ദൗത്യം പൂർത്തിയാക്കി. അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അവളേറെ സ്നേഹിച്ച അവളുടെ യേശുവപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. ഈ കുടുംബം വല്ലാത്ത വേദനയിലൂടെ അവർ കടന്നുപോയി. ദയനീയമായ, അല്ലെങ്കിൽ നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തീവ്രമായ വേദനയിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ ആ കടന്നുപോയ വേദന, അവർ നടന്നു തീർത്ത ആ പാത അനേകരുടെ ജീവിതത്തിൽ ഒരാശ്വാസം പകരുവാനും ബലം പകരാനും, അനേകർക്ക് ഇതുപോലുള്ള സിറ്റുവേഷനെ അഭിമുഖീകരിക്കുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കാനുമൊക്കെ അവരുടെ ജീവിതത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് 2 മക്കളൂടെ ഉണ്ട്, ട്വിൻസ്. അവരെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് ഹന ഉണ്ടായിക്കഴിഞ്ഞിട്ടും അഗെയിൻ മക്കളുണ്ടാകത്തില്ലെന്നും പലവിധ ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടെന്നും ഒക്കെ ഒട്ടനേക മെഡിക്കൽ റീസൺസ് ഞങ്ങളോട് പറഞ്ഞു. ദേ വിൽ നോട്ട് ഹാവ് ചിൽഡ്രൻ. ഇത് മാത്രം. പക്ഷേ മേഴ്സി വളരെ കഠിനമായിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യം, ഹാനായ്ക്കൊരു സിബ്ലിംഗ് ഉണ്ടാവണം. ഓക്കെ, അത് ഞങ്ങൾ വളരെ ഹാർഡായിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, കുഞ്ഞിനൊരു ഫ്രണ്ടും ഒരു സിബ്ലിങ്ങും ഉണ്ടാവണം. സോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എവ്രിതിങ് നെഗറ്റീവായിട്ട് വന്ന സമയത്തും, അഗൈൻ സെയിം സ്റ്റോറി, ഹനയുടെ സെയിം സ്റ്റോറി പറയുന്നത്, എല്ലാം നെഗറ്റീവായിട്ട് വന്ന സമയത്താണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി 2011 വി ഫൗണ്ട് ഔട്ട് ദാറ്റ് വി ആർ പ്രഗ്നൻറ്റ്. അതേ സമയത്ത് ഞങ്ങൾ അഗൈൻ അതും ഒരു മിറക്കിൾ തന്നെയാണ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ പറയാം. ഹനയുടെ സ്റ്റോറി അല്ലെങ്കിലും അവൾ പ്രഗ്നൻ്റ് ആവുമെന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു ഇത് വന്നപ്പം നെക്സ്റ്റ് വീക്കിലായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വേറൊരു ദേവദാസൻ, ഫസ്റ്റ് ഗ്ലെൻ ബിഡോൺസ്കി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുള്ളി ഇവിടെ വേറൊരു ചർച്ചിൽ വന്നു. ഓക്കെ, പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരത്തേക്ക് പുള്ളിക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാം. അന്നേരം പുള്ളി എൻ്റെ കൈയെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, ഗോഡ് മേക്ക് ദിസ് 2 not 1. ഇത് 2 ആവണം, 2 പിള്ളേരായിരിക്കണം എന്ന് പറഞ്ഞ് തൂത് പറഞ്ഞു. അതേ ദിവസം, അതേ ആഴ്ചയിൽ മരിച്ചുപോയ പാസ്റ്റർ പോൾ വർഗീസ് ഓർക്കുന്നുണ്ടാവും, നവജീവൻ ദാവരാടെ പുള്ളി. ഞങ്ങൾ രണ്ടുപേരും മിഷൻ ട്രിപ്പിന് പോയപ്പം ഇവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചത് 2006 2007 സമയത്ത്, ഹന ഉണ്ടാകുന്നതിന് മുമ്പ്. ഈ പുള്ളി ഞങ്ങളുടെ ചർച്ചിൽ വന്നു. പുള്ളിയോട് ഞങ്ങളൊരു സൈഡിൽ മാറി എന്ന് പ്രാർത്ഥിക്കാൻ ചർച്ചിൻ്റെ ഒരു കോർണറിലാണ്. പുള്ളി ഇതുപോലെ തലയെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇത് 2 ആവും, ഇത് 2 പിള്ളേരായിരിക്കും, ഒന്നല്ലെന്ന് പറഞ്ഞു. അങ്ങനെ 2 ബാക്ക് ടു ബാക്ക് 2 പേര് ദൂത് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലായത് ഇത് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാവും, ട്വിൻസ് ആവുമെന്ന്. അവർ ഇപ്പം ഓൾമോസ്റ്റ് 13.5 yearsആയി, 13.5 വയസ്സായി. അവരുടെ പേര് മിഷേലും ഡാനിയലും. സോ അതും ഒരു മിറക്കിളായിരുന്നു. മിഷേലിന് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഏതോ ഒരു വാൽവിൻ്റെ കുറവോ അവളുടെ ഈ യൂട്രസിൻ്റെ കണക്ഷനോ ഏതാണ്ട് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു അതിനെ അബോർട്ട് ചെയ്യണം, അതിനെ കളയണം, കാരണം അത് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, വി ആർ നോട്ട് ഗോയിങ് ടു ലിസൺ. മെഡിക്കൽ റൂൾസിനെ ദൈവം ഓവർ റൈഡ് ചെയ്ത് പെർഫെക്റ്റ്ലി 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങൾ
വയറ്റിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്, അതായത് ഡെലിവറിയുടെ സമയത്ത്, ഓക്കെ, നേരത്തെയായിരുന്നു ഡെലിവറി. ഇവിടെ ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു, സാൻഡി, സൂപ്പർ സ്റ്റോം, ഹറിക്കെയിൻ സാൻഡിയുടെ സമയത്തായിരുന്നു. ഓക്കെ, സോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ ഉടനെ ഡെലിവറിക്ക് വേണ്ടി അവർ പറഞ്ഞ് സി സെക്ഷൻ ചെയ്യണം. ഒരു കൊച്ച് ബ്രീച്ച്ഡ് ആയിരുന്നു, ഒരു കൊച്ചല്ല. സോ സി സെക്ഷൻ ചെയ്യാൻ വേണ്ടി റെഡി ആവണമെന്ന് പറഞ്ഞു. അന്നേരം ഒരു ഞങ്ങൾക്ക് അനസ്തീഷ്യ തരാൻ വരുന്ന ഒരു ഡോക്ടർ, പുള്ളി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞു 25 വർഷം കൊണ്ട് ഞാനിത് ചെയ്യുന്നുണ്ട്, നീ നല്ല കയ്യിൽ ആണെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഇഞ്ചക്ഷൻ തരുകയും ഞാൻ പാസ് ഔട്ടായി. എന്നിട്ട് എൻ്റെ ഹാർട്ട് സ്റ്റോപ്പായി. പിള്ളേർ വയറ്റിലും ഉണ്ട്. 12 seconds അവളുടെ ഹാർട്ട് സ്റ്റോപ്പായി. പിന്നെ പുള്ളി ഹസ്ബൻഡ് വെളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സർജറി സമയത്ത് ഇവിടെ യൂഷ്വലി ആൾക്കാർ ഹസ്ബൻഡിനെ കൊണ്ടുവരും. പക്ഷേ ആദ്യം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിക്കാൻ വയറ് കീറുന്ന സമയത്ത് അവർ വിളിക്കും. പക്ഷേ അന്നേരം പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതുവരായിട്ടും വിളിച്ചു തന്നിട്ട് ഉടനെ ഞാൻ എൻ്റെ OB ഡോക്ടറിൻ്റെ വിളി കേൾക്കുന്നുണ്ട്. ഒരു കോഡ് വിളിച്ചു. അന്നേരം പുള്ളി ഇത് എൻ്റെ വൈഫിൻ്റെ ആണോ വേറെ പക്ഷേ 10:30 രാത്രി എനിക്കറിയാം, അന്നേരം എനിക്ക് മനസ്സിലായി സംബഡി ഹാസ് എ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു ഒരു കൊച്ചിൻ്റെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വി ഹാവ് എ കോഡ് എന്ന് പറഞ്ഞപ്പം കോഡ് ടീമെല്ലാം, അതായത് പ്രത്യേകിച്ചും ബേസിക്കലി ഒരാൾ മരിക്കാൻ പോവാന്നുള്ള രീതിയിലാണ് ആ കോഡ് വിളിക്കുന്നത്. ഇവിടെ അടുത്ത ഉടനെ കോഡ് ടീം മുഴുവനും ഓടി വന്നു. ഏതാണ്ടൊക്കെ പുള്ളി അറിയുന്നില്ല ആരാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ആരാന്ന്. പിന്നെ മനസ്സിലായത് പുള്ളിക്കാരിയാ ഫ്ലാറ്റ് ലൈൻ ചെയ്തത്. അന്നേരം ദൈവം അതിശയമായിട്ട് വെടിവെച്ച് കുഞ്ഞുങ്ങളെ തന്നു. ഒരു നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. സോ ദ ലോർഡ് ഡിഡ് മിറക്കിൾസ് ദേർ ടു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി മിറക്കിൾസ് കൂടെ വാക്ക് ചെയ്തുകൊണ്ട് കർത്താവിനെ രുചിച്ചറിയുക എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ്. അതേ സമയത്ത് ഹാനായിക്കും ഇതുണ്ടാവും. സോ അന്ന് പിള്ളേരുണ്ടായപ്പം ഹാനായിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2-3 വർഷം 4 വർഷം വ്യത്യാസമുണ്ട് പിള്ളേരുമായിട്ട്. സോ അവർക്ക് 4 വയസ്സായപ്പോഴാണ്. സോ അവരിപ്പം പെർഫെക്റ്റ്ലി നോർമൽ. അവർ പറഞ്ഞു ഒരു കാര്യവും, ഡോക്ടർ പറഞ്ഞു ഒരു കാര്യവും ഇല്ലായിരുന്നു അവർക്ക്. അങ്ങനെ നോർമലായിട്ട്. ഓക്കെ, ഹാനയുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതം കഴിഞ്ഞ 16 വർഷം ഹാനയോടൊപ്പം ജീവിച്ചതിൻ്റെ വേദനയും സന്തോഷവും എല്ലാം അവർ പങ്കുവെക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ സമാനമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വേദനാപൂർണമായ അനുഭവങ്ങളിലൂടെയോ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതുല്യമായ സമ്മാനങ്ങളാണ് നമ്മളുടെ മക്കൾ. ഒരുപക്ഷെ ദൈവം അവർക്ക് ആയുസ് ഈ ഭൂമിയിൽ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമായിരിക്കാം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിനുള്ളിൽ അവരെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ നമ്മൾ അവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഠിനമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന തീവ്രമായ വേദനയുണ്ട്, ഭാരങ്ങളുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സന്തോഷിൻ്റെയും മേഴ്സിയുടെയും ജീവിതാനുഭവങ്ങൾ ബലം പകരുന്നതാണ്, ധൈര്യം പകരുന്നതാണ്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം നമ്മൾ പൂർത്തിയാക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. അവരെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.